കണ്ടോ മൊത്തം 8 പല്ല് 8 പല്ല് ആയിട്ടില്ല. 8ാമത്തെ പല്ല് അരക്കടതാ. 2 പല്ലായ സെൻട്രൽ ഈ 2 സെൻട്രല്ലേ 2 പല്ലായ കണ്ണിപ്പേറും 4 പല്ലായ ഒരു ചില പലസ്കൾ കണ്ണിപ്പേറാം. പശുവിൻ്റെ ഉടമസ്ഥൻ വന്ന് ഒരു 65-70 പറയും. കാരണം പശുവിൻ്റെ എല്ലാം ഉടമസ്ഥനെല്ലാമേ കൂട്ടി തന്നെ പറയും. നമ്മൾ മേടിക്കുമ്പോൾ അത് ഒരു 60ൻ്റെ ഉള്ളിൽ സംസാരിച്ച് നോക്കാൻ പറ്റും. ആ ആൾ പശുവിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ചെസ്റ്റ് ഹൈറ്റ് മോളുണ്ട്. കണ്ടോ നല്ല ഇടപ്പെട്ട നീളമുണ്ട്. ജെർസി ഇണത്തപ്പെട്ട പശു ഒരു 18 20 ലിറ്റർ കിട്ടുന്ന ടൈപ്പാണ്. നല്ല കാമ്പ് നീളമുണ്ട്, കാമ്പ് വീതിയുണ്ട്, നല്ല ക്ലൈമറ്റ് സെറ്റാണ് പശുവാണ്. നമ്മൾ ഒരു 60-65 റേഞ്ചിൽ നമ്മൾ മേടിച്ച് കൊടുക്കാൻ പറ്റും. ഒരു 70-75-80 റേഞ്ചിൽ പറയും പശുവിൻ്റെ ഉടമസ്ഥന്. നമ്മൾ 65 തൊട്ട് ഒരു 70 റേഞ്ചിൻ്റെ ഉള്ളിൽ മേടിക്കാം. മാക്സിമം എത്ര താല്പര്യം ഞങ്ങൾ അത്ര താല്പര്യം ഞങ്ങൾ നിങ്ങൾക്ക് മേടിച്ചു കൊടുക്കും. 10 പശു ഇറക്കി അവിടെ നമ്മൾ കൊടുക്കുമ്പോൾ നല്ല പശുവത കൊടുത്തത് 10 പശുമേ. ആ 10 പശുമേ ഇവിടെ കറന്ന് നോക്കിയതാണ് എടുത്തത്. പിന്നെ അവിടെ പോയിട്ട് പാലില്ല പറഞ്ഞു. എന്താ അറിയാം, ആ ബംഗാളി ആൾക്കാർ വന്ന് ബംഗാളി നേപ്പാളി ആൾക്കാർ എല്ലാവരുമേ വന്ന് തീറ്റ കൊടുക്കണില്ല. അത് എന്താ സംഭവം ചോദിച്ചാൽ നോക്കണില്ല. തീറ്റ കൊടുത്താൽ പുറത്ത് ചാണം പുറത്ത് വരുന്നുണ്ട്. ചാണം കൂടുതലായിട്ട് വരണം പറഞ്ഞിട്ട് പണി നമ്മൾ കൂടുതലും പറഞ്ഞിട്ട് തീറ്റ കൊടുക്കണില്ല. ഹായ് ഹലോ നമസ്കാരം, ജയകൃഷ്ണനാണ്. ലൈഫ് ഇൻ കേരള എന്നുള്ളത് പൊള്ളാച്ചിയിലാണ്. പൊള്ളാച്ചി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നാളികേരത്തിൻ്റെയും പശുവിൻ്റെയും ഒരു നാടാണ്. കേരളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പശുക്കളേ ഇല്ല. ഏറ്റവും കൂടുതൽ പശുക്കളും കേരളത്തിലെത്തുന്നത് പൊള്ളാച്ചിയിൽ നിന്നാണ്. പിന്നെ അതിപ്പോൾ നാടനായിരുന്നാലും ശരി തന്നെ, ഹൈബ്രിഡ് ആയിരുന്നാലും ശരി തന്നെ. കേരളത്തിൽ നിന്നും വരുന്നവർക്ക് പശുക്കളെ വാങ്ങിക്കൊടുക്കുവാനായിട്ട് ഒത്തിരി ബ്രോക്കർമാർ ഇവിടെയുണ്ട്. അതിൽ വിശ്വസ്തനായ ഒരു ബ്രോക്കറെ നമ്മുടെ ചാനൽ തന്നെ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുമുണ്ട്. വിഘ്നേഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ അനിയനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. കൂടാതെ ഇവിടുത്തെ ഫാമും ഈ ഫാമിൻ്റെ പശുക്കളുടെ വിലകളും നമുക്കിന്ന് പരിചയപ്പെടാം. ഹലോ ചേട്ടാ, നമസ്കാരം. ചേട്ടാ, ഞാൻ ഒരു ലൈഫ് ഇൻ കേരള TV എന്നാണ് ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ചേട്ടാ, മുമ്പ് ഞാൻ ഇവിടെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വിഘ്നേഷ് ചേട്ടൻ്റെ ഫാമോട്. വിഘ്നേഷിൻ്റെ ബ്രദറാണ്. ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്തോ ചേട്ടാ. നമസ്കാരം, എൻ്റെ പേര് മണിയണ്ണ. നമ്മൾ ഇരിക്കുന്ന സ്ഥലം പൊള്ളാച്ചിയാണ്. നമ്മൾ പശു കച്ചവട ആൾ, പിന്നെ ബ്രോക്കറേജും ചെയ്യുന്നുണ്ട്. കേരളത്തെ ആൾക്ക് പശു മേടിക്കുന്ന ആൾക്കാർ, പശു ചോദിച്ച ആളുകൾക്ക് നമ്മൾ പശുക്കളെ അറേഞ്ച് ചെയ്ത് വണ്ടീൻ്റെ കാര്യം ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്ത് ആൾക്ക് എത്തിച്ചു കൊടുക്കുന്ന പരിപാടി ഒരു ന്യായமான ബ്രോക്കറേജ് പൈസ നമ്മൾ ചെയ്യുന്നുണ്ട്. അതെ. അപ്പോൾ ചേട്ടാ, നമുക്ക് കുറച്ച് പശുക്കളെ ഒന്ന് കാണിച്ചു തരണം, ബാക്കി കുറച്ച് ഡീറ്റെയിൽസും. അതെ, എല്ലാ പശുക്കളും കാണിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു 300 പശു എല്ലാം ഉണ്ട്. എല്ലാ പശുവും കാണിക്കാൻ പറ്റില്ല. ഒരു ചില പശുക്കളെ കാണിച്ച് അതിൻ്റെ വില പറഞ്ഞു മതി ചേട്ടാ. അത് മതി. ഒന്ന് നമുക്ക് പോവാം. ചേട്ടാ, ഇത് HF ക്രോസ് പശുവാണ്. നമ്മൾ ക്ലൈമറ്റ് സെറ്റാണ് പശുവാണ്. ഇത് കൃഷിയിലുള്ള പശു. മാക്സിമം 2 നേരം കൂടി 20 ലിറ്ററിൻ്റെ മുകളിൽ കിട്ടും. 20 ലിറ്ററിൻ്റെ മുകളിൽ കിട്ടും. പശു പ്രസവിച്ച ഇത് 3ാം പേര്. നല്ല നമ്മൾ ക്ലൈമറ്റിക്കെല്ലാം സെറ്റാണ് പശുവായത്. നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാലും നമ്മുടെ അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് അത് പട്ടണം സെറ്റാവും ക്ലൈമറ്റ്. അതെ 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 അതെ. പശു വന്ന് 3ാം പേര് 2 നേരം കൂടി ഒരു 20 ലിറ്ററിന് മുകളിൽ കിട്ടും. നല്ല പശുവാണ്. അകട് ഒന്നും കുഴപ്പമില്ലാത്ത പശുവാണ്. അത് പുതിയ ആൾക്കാർ കണ്ട പേടിയാട്ടാ. നിങ്ങൾ ഫാൻ ഇട്ടിട്ട് വന്നിട്ടില്ലേ, അതുകൊണ്ട് പേടിയാണ്. ഒന്നും കുഴപ്പമില്ല, പേടിക്കാൻ ഒന്നുമില്ല. ചേട്ടാ, ഇത് ഒരു 60-65 റേഞ്ചിൽ മേടിക്കാം. കണ്ടോ, 60-65 അധികം വെച്ചോ, ഒരു 67 റേഞ്ചിൽ മേടിക്കാം. ഒരു 20 ലിറ്റർ കമ്മിയിൽ നമുക്ക് കിട്ടും. ഉറപ്പായിട്ട് 20 ലിറ്റർ കിട്ടും. ഏன்னா 20 ലിറ്ററിന് മുകളിൽ കിട്ടും. പശുവിൻ്റെ ഉടമസ്ഥന് വന്ന് 25 ലിറ്റർ പറഞ്ഞു. നമ്മൾ അത് പറയില്ല. ഈ കറക്റ്റായിട്ട് 20 ലിറ്റർ പറഞ്ഞു കൊടുക്കും. അത് നല്ല കാമ്പ് എളുപ്പമുണ്ട്, കാമ്പ് വിലാസമുണ്ട്, കാമ്പ് നീളമുണ്ട്. കണ്ടോ, ഇനി ഒരു കറക്റ്റ് ഒരു 10 ദിവസം പിടിക്കും. നല്ല വെളുപ്പം, നല്ല ഇടപ്പെട്ട നീളമുണ്ട്. നമ്മൾ ക്ലൈമറ്റും സെറ്റാവും. അതെ. ചേട്ടാ, ഇത് നല്ല വലിയ ഇടപ്പെട്ട നീളമുണ്ട്. പശു ഇടപ്പെട്ട നീളമുണ്ട്, നല്ല വെളുപ്പുണ്ട്, നല്ല ഇതിലുണ്ട്, നല്ല മെയിൻ ആരോഗ്യത്തിലുണ്ട്. പശു കുഴപ്പമില്ലാത്ത പശു. പശു 3ാം പേര്. ഇത് കൃഷിയിൽ നിന്ന് തുറുവ കൊണ്ടുവന്ന പശുവാണ്. ചേട്ടാ, ഇത് കൃഷിയിൽ നിന്ന് ഇത് വണ്ടിയെ കയറാതെ പശുവാണ്. ഇത് വണ്ടിയെ കയറാതെ പശു, കൃഷിയിലെ കുടിയാത്ത ആളുടെ നിന്നാണ് പശുവാണ്. ഇത് വണ്ടിയിൽ കേട്ടിട്ട് വരുമ്പോൾ ഇങ്ങനെ സംഭവിച്ചിട്ട് ഇതൊന്നും കുഴപ്പമില്ല. ഈ പശു വന്നേ ഇത് മുറിയാണ്, ഒന്നും കുഴപ്പമില്ല. ഇത് ഒരു 10 ദിവസം 15 ദിവസം ഈ മുറി റെഡിയായി പോകും. വണ്ടി അത് ആകെ ശ്രദ്ധിച്ച് വണ്ടിയിൽ കയറ്റാത്ത ആൾക്കാർ, വണ്ടിയിൽ കയറ്റാൻ അറിയാത്ത ആൾക്കാർ ഇങ്ങനെ കയറ്റി കൊണ്ടുവന്ന് വന്നതാണ്. പക്ഷെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇതൊക്കെ ഓടിക്കുന്ന ആള്, പശു നോക്കി കൊണ്ടുവന്ന് ഇറക്കുന്ന ആള്, നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കൊണ്ടുവന്ന് ഇറക്കും. ഇതെല്ലാം പേടിക്കാനൊന്നുമില്ല. പശു നല്ല വലിയ പശു. നമ്മൾ ചെസ്റ്റ് ഹൈറ്റ് ഉണ്ട്, ഇടപ്പെട്ട നീളുണ്ട്. ഇത് 25 ലിറ്റർ കിട്ടും. 25 ലിറ്റർ കിട്ടും. ചേട്ടാ, HF ക്രോസ് ടൈപ്പ്. HF ബ്രീഡിൽപ്പെട്ട പശുവാണ്. നല്ല വെയിറ്റ് ഉണ്ട്, ഹൈറ്റ് കണ്ടോ. നമ്മൾ ചെസ്റ്റ് ഹൈറ്റ് ഉണ്ട്, നല്ല ഇടപ്പെട്ട നീളമുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നല്ല സ്കിന്ന് നോക്കിയോ, വാളിൻ്റെ നീളമുണ്ട്, എല്ലാം കുഴപ്പമില്ല. നാളെ അകടെ നോക്കിക്കോ, അതെ അകട് നല്ല അതെ കാമ്പ് വിലാസമുണ്ട്. കണ്ടോ, കാമ്പ് നീളമുണ്ട്, നല്ല വലിയ അകട്, പാൽ നരമ്പുണ്ട്,
കണ്ടോ ഇതെല്ലാം നോക്കി എടുക്കണം. ഇതാണ് പാൽ നരമ്പ്. ഇതൊക്കെ ഇതെല്ലാം നോക്കി പശു മേടിക്കുമ്പോഴത്തേക്കും എടുക്കാനുള്ളത്. ഇത് വന്ന് കണ്ണി പേരുകൾ വന്ന് പാൽ നരമ്പ് നോക്കില്ല, നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ 2ാം പേരും 3ാം പേരും വൈക്കിലേക്ക് പാൽ നരമ്പ് കണ്ടു. ഈ നരമ്പ് നോക്കി കാമ്പിൻ്റെ വിലാസം നോക്കി കാമ്പിൻ്റെ നീളം നോക്കി എടുക്കുമ്പോൾ ഇപ്പോൾ കാശ് ഗ്യാരണ്ടി ആയിട്ട് കറക്കും, ബുദ്ധിമുട്ടില്ലാതെ കറക്കും. ഇത് 25 ലിറ്റർ സാലിഡ് കിട്ടും. ഇത് എത്ര രൂപ ചേട്ടാ? ചേട്ടാ ഇത് പശുവിൻ്റെ ഉടമസ്ഥന് 95 റേഞ്ചിൽ പറയും. മാക്സിമം ഒരു 75 തൊട്ട് 80 റേഞ്ചിൽ മേടിച്ച് കൊടുക്കാം. 75 മുതൽ 80 റേഞ്ചിൽ മേടിക്കാം. അതെ, ശരി. പശുവിൻ്റെ ഉടമസ്ഥല വില കൂട്ടി പറയും കേട്ടോ. പശുവിൻ്റെ വില എല്ലാ ആൾക്കാർ കൂട്ടി പറയും. 50 കൊടുക്കും, 1 കൊടുക്കും, 1 10 വില കൊടുക്കും പറയും. മാക്സിമം ബ്രോക്കറേജിൻ്റെ ആളുടെ പണി എന്താ, ഈ പശു എത്രയ്ക്ക് വില താല്പിച്ച് കൊടുക്കുമ്പോൾ അത്രയ്ക്ക് വില താല്പിച്ച് കൊടുക്കും. ചേട്ടാ അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും വില താത്ത് കൊടുക്കാൻ കഴിയുന്നത്? കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു കസ്റ്റമർ വന്നിട്ട് നിങ്ങളുടെ അടുത്തൊന്ന് പശു എടുക്കണം എന്ന് നമുക്ക് എങ്ങനെ തോന്നാം? അതായത് നമുക്ക് എങ്ങനെ തോന്നും? ചേട്ടാ നിങ്ങളെ ആൾക്കാർക്ക് അറിയില്ല പശു ഒന്ന് ഇതിൻ്റെ വില ഇതാ അങ്ങനെ നോക്കിയിട്ട് മേടിച്ച് കൊണ്ടുപോകും. പക്ഷേ നമ്മളൊക്കെ മാർക്കറ്റിന് അളവ് ഏത് റേറ്റിൽ പോകുന്നുണ്ട്, പശുക്കളുടെ റേറ്റ് ഏത് റേറ്റിൽ പോകുന്നുണ്ട്, ഏത് റേറ്റിൽ മേടിക്കുക, ഏത് ഇണം, അങ്ങനെ ഞങ്ങൾക്കറിയാം. നിങ്ങളെ കൂട്ടി പറഞ്ഞാലും ചേട്ടാ ഇത് ഒരു 1 ലക്ഷത്തിന് മേടിക്കണം വേണ്ട കേട്ടാ, 1 ലക്ഷത്തിലെ മേടിക്കണം അത്ര വലിയ ഇതില്ല, നമ്മൾ ഒരു 80 മേടിക്കാം, ഒരു 70 മേടിക്കാം, അങ്ങനെ പറഞ്ഞ് നാണേ നിങ്ങൾക്ക് മേടിച്ച് കൊടുക്കും. അങ്ങനെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മേടിച്ച് കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? ചേട്ടാ അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്ന ആൾക്കാർ പറഞ്ഞ ബാർഗിൻ പറയില്ല. ഇപ്പം അവർ ഈ പശുവിൻ്റെ ചോദിച്ചാൽ 1 10 പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയില്ല ഈ പശുവിൻ്റെ എത്രയ്ക്ക് മേടിക്കാനും കൂടെ അറിയില്ല. നിങ്ങൾ ബാർഗിൻ പറയാതെ ചിലപ്പോൾ ചില ആൾക്കാർ മേടിക്കും. ഇത് നിങ്ങൾ എന്തെങ്കിലും സംഭവിച്ചെന്നും അറിയില്ല. ഇപ്പം ഈ മുറി വന്ന് മാറിപ്പോവും. ഈ മുറി ചില ആൾക്കാർ പേടിച്ചിട്ട് അയ്യോ ഇത് വലിയ മുറി, ഈ മുറി വന്നാൽ കറക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞിട്ട് മേടിക്കില്ല. പക്ഷെ നമ്മൾക്കറിയാം ഈ മുറി ഒന്നുമില്ല. ഈ മുറി വണ്ടിയിൽ തട്ടിയത്, വണ്ടി തട്ടി മാക്സിമം ഒരു 10 ദിവസം ഈ മുറി ആറിപ്പോവും. പക്ഷേ ഇത് കണ്ടിട്ട് അടിച്ചിട്ട് ഇത് പേടിച്ചിട്ട് ഈ ആൾക്കാർ പശു മേടിക്കില്ല. പക്ഷെ നമ്മ വന്ന് കാമ്പിൾ தான் കറക്കുന്നുണ്ട്, അകടൽ தான் കിടക്കുന്നുണ്ട്. പശു നല്ല ആരോഗ്യത്തിലുണ്ടാ, നല്ല വലുപ്പത്തിലുണ്ടാ, നല്ല പാൽ കറക്കുന്ന ബ്രീഡാ, അത് നോക്കിയിട്ട് വേണ്ടി മേടിച്ചാൽ മതി. അത് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കേരളത്തിൽ നിന്ന് ഒരാൾ വരികയാണ്, ഒരാൾ വന്നിട്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ പരിചയപ്പെടാൻ പറ്റിയില്ല, നേരിട്ട് ഫാമിലായിട്ട് വന്നിട്ട് മേടിക്കുകയാണെങ്കിൽ അവർക്ക് പറ്റുന്ന കാര്യമാണ്. കാരണം അവരിപ്പോൾ ചോദിക്കുകയാണ്, ഇപ്പം ഇതിന്റെ ഇത്രയും എമൗണ്ട് കൂട്ടി പറയുന്ന ചേട്ടാ ഇപ്പോൾ പറഞ്ഞിരുന്നത്, അപ്പോഴത്തേക്കും അത് അവരിപ്പം ബാർഗൻ ചെയ്ത് കഴിഞ്ഞാലും അവർ ഈ ഒരു എമൗണ്ടിൽ തന്നെ നിൽക്കും. അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് അത് തിരുത്തി? ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ തമിഴ്നാട് ആൾക്കാരാണ്, നമ്മൾക്ക് ഈ ആൾക്കാർക്ക് അറിയാം, ഈ കച്ചവട ആൾക്കാർ നമ്പർ അറിയാം. അപ്പോൾ വന്ന് ഞങ്ങൾ മേടിക്കുമ്പോൾ ബാർഗിൻ പറയുമ്പോൾ അപ്പം ഞങ്ങൾക്കൊരു ന്യായமான ഇതുണ്ട്, ഒരു മര്യാദ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിക്കുമ്പോൾ ആൾക്കാർ കൊടുക്കും. ഏன்னா ഞങ്ങൾ സ്ഥിരമായിട്ട് കസ്റ്റമർ വിളിച്ചുകൊണ്ട് വരണ്ട് പറ്റിക്കില്ല. നമ്മൾ സ്ഥിരമായിട്ട് വന്ന് ആഴ്ചയ്ക്ക് 10 പശു 20 പശു 50 പശു ഞങ്ങൾ ആ കസ്റ്റമർ വിളിച്ചുകൊണ്ട് വരണ്ട്. അപ്പം ഞങ്ങൾ വാർത്തയ്ക്ക് ഒരു മര്യാദയുണ്ട്. ഇവിടെ മണിയെണ്ണ വന്നാൽ അടുത്ത നെക്സ്റ്റ് ടൈം വന്ന പശു സെയിൽസ് ആക്കി കൊടുക്കും. അപ്പോൾ അയാൾക്ക് ഒരു മര്യാദയുണ്ട്. അപ്പം നിങ്ങൾ കറക്റ്റ് ആയിട്ട് കസ്റ്റമറിന്റെ അടുത്ത് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർ തിരിച്ചു വന്നു നിങ്ങൾ അവരെ പറ്റിക്കില്ല. മാക്സിമം ചേട്ടാ നിങ്ങളെ കൊണ്ട് ജീവിക്കേണ്ട ആളാണ്. നിങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് വന്ന അരിക്ക് പൈസ കിട്ടും. അപ്പം നിങ്ങളെ പറ്റിച്ച് കാര്യമാകുമ്പോൾ ഞങ്ങൾ മാക്സിമം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരില്ല. ഞാൻ പശു വന്ന് നല്ല പശു കൊടുത്താതാ നിങ്ങൾ കസ്റ്റമർ തിരിച്ചു വിടും, വേറെ കസ്റ്റമർ തിരിച്ചു വിടും. ഇപ്പോൾ ഒരാൾ വരുമ്പോഴത്തേക്കും അതിന് മുന്നേ നിങ്ങൾ എങ്ങനെയെങ്കിലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പശുവിനെ എങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കും. മാക്സിമം ഒന്ന് ആൾക്കാർ വിളിക്കും, പശു ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഇല്ലെങ്കിൽ നേരിട്ട് വരണോ, എന്താണ് അവർ? ഫസ്റ്റ് ആദ്യം വന്ന് നിങ്ങൾ കേരളത്തിലെ കസ്റ്റമർ ചേട്ടാ നമുക്ക് ഒരു 10 പശു എടുക്കാനുണ്ട്, ഒരു 5 പശു എടുക്കാനുണ്ട്, എന്താ ചെയ്യാൻ നിങ്ങൾ ആൾറെഡി ചോദിക്കുമ്പോൾ ചേട്ടാ ഫസ്റ്റ് നമ്മുടെ അടുത്തുള്ള കേരാഫിലുണ്ട്, നമ്മൾ കേരാഫിൽ ഒരു 50-100 പശു ഫോട്ടോ വീഡിയോ അയച്ചു കൊടുക്കും. ചേട്ടാ നമുക്ക് കേരളത്തിൽ ഒരു 50 പശുണ്ട്, 100 പശുണ്ട്, ഇതിൽ പ്രസവിച്ച പശുണ്ട്, ഇതിൽ പ്രസവിക്കാതെ ചെണ പശുക്കളുണ്ട്, എല്ലാ കൃഷി പശുക്കള, എല്ലാ കച്ചവടത്തിലുണ്ടാണ് പശുവാ, എല്ലാ പ്രസവിച്ച പശു, അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുത്ത് ചേട്ടാ നമുക്ക് എന്തെങ്കിലും ഫോട്ടോ കിട്ടുമോ വീഡിയോ കിട്ടുമോ ചോദിക്കും. അപ്പം ഞങ്ങൾ ഫോട്ടോസ് വീഡിയോസ് എല്ലാം അയച്ചു കൊടുക്കും. അപ്പം നമുക്ക് അയക്കുമ്പോൾ ആ പശുക്കൾ ഇവിടെ ഉണ്ടാകില്ല. നിങ്ങൾ പറഞ്ഞ സമയം ഒരു 10 ദിവസം കഴിഞ്ഞു വരും. അപ്പോൾ ആ പശുക്കൾ ഉണ്ടാകില്ല, അതിനെ സെയിൽസ് ആയി പോകും. വിറ്റു. പക്ഷേ നമ്മൾ കേരളത്തിൽ ഒരുപാട് ബൈക്കുകളുണ്ട്, അതില്ലാതെ വേറെ 50-100 പശു കൂടെ ഒരു ദിവസം എടുക്കാം. ഒറ്റ ദിവസം ഒരു 50-100 പശു കൂടെ നോക്കിയെടുക്കാം. അതായത് അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു 50-100 പശുക്കളെ നോക്കി കാണിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഒരു 5 പശു പറഞ്ഞിട്ടുണ്ട് ചേട്ടാ, എക്സാമ്പിൾ വന്ന് ഒരു 5 പശു പറഞ്ഞിട്ടുണ്ട് ചേട്ടാ, നമുക്ക് ഒരു 5 പശു കാണിച്ചു പറഞ്ഞാൽ 50 പശു കൂടെ കാണിക്കും. നേരിട്ട് അല്ലാതെ ഒരു ഫാമിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ 1-2 പശുവിനെ മാത്രമേ കാണാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ ഇവർക്ക് എവിടെയാണ് പിന്നെ പശുക്കള് ഉൾനാടുകളിലുള്ള പശുക്കള് അതിന്റെ വിലകളൊന്നും കറക്റ്റ് ആയിട്ട് അവർക്ക് അറിയില്ല. അപ്പൊ നിങ്ങളെ നേരിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 50-100 പശു വരുന്നവരെ അവര് നേരിട്ട് അല്ലേ കാണിച്ചു കൊടുത്ത് കുറിച്ച് പറയുന്നതാണ്. ചേട്ടാ ഇത് ജെർസി ഇണത്തപ്പെട്ട പശു, ജെർസി ക്രാസ് ടൈപ്പ് ആണ്. ഇത് കൃഷിയിൽ നിന്ന് തുറുവ വന്ന പശു, ജെർസി ഇണത്തപ്പെട്ട പശു. ഇതും വന്ന് ഒരു 15 ലിറ്റർ കമ്മിയെല്ലാം കിട്ടും. 15 ലിറ്റർ അല്ലേ? ഒരു ദിവസം രാവിലെ ഉച്ചയ്ക്ക് കൂടി 5 ദിവസം 15 ലിറ്റർ കിട്ടും. പ്രസവിക്കാണോ ഒരു 15-20 ദിവസം ഉണ്ട്. ഇത് എത്രാമത്തെ പ്രസവം ചേട്ടാ? പശു പ്രസവിച്ച 3-ാം പേര് പശു. നല്ല വലിയ പശു. ചില ആൾക്കാർ പേടിയുണ്ടാവും, എന്താ 2-ാം പേര് 3-ാം പേര് എടുത്താൽ കണ്ണിപ്പേര് എടുത്താൽ കുഴപ്പമില്ല, 3-ാം പേര് പറയുന്നുണ്ട് അങ്ങനെ പറയും. 3-ാം പേരും പാല് കിട്ടും.
മൂന്നാം പേരിന് പാല് കിട്ടും. മൂന്നാം പേര് വரைக்கும் നമ്മൾ ധൈര്യമായിട്ട് എടുക്കാം. ചേട്ടാ ഇപ്പൊ അതിനെ പാൽ ഇങ്ങനെ ആദ്യത്തെ പേര്, രണ്ടാമത്തെ പേര്, മൂന്നാമത്തെ പേര്, ഇതിപ്പോ മൂന്നാമത്തെ പേര് ഒരു 15 ലിറ്റർ എന്ന് പറഞ്ഞു. അതെ. അപ്പൊ അതിന്റെ വ്യത്യാസം വരുന്നത് എങ്ങനെയാണ് പാലിന്റെ? അതായത് ആദ്യ പേരിന് എത്ര ലിറ്റർ? കന്നിപ്പേരിൽ വന്ന് പാല് കമ്മിயாக കിട്ടും കേട്ടോ. കന്നിപ്പേരിൽ ഏன்னா പശുവിന്റെ ഹൈറ്റ് വെയിറ്റ് അനുസരിച്ച് പശു ബ്രീഡ് അനുസരിച്ച് ഞങ്ങൾക്കറിയും ഇത്ര ലിറ്റർ അതിന്റെ അമ്മ എത്ര കറന്നു അതനുസരിച്ച് ഞങ്ങൾക്ക് അറിയും. പക്ഷെ രണ്ടാം പേരാകുമ്പോൾ കന്നിപ്പേരിലെ കിട്ടിയ പാൽ അവിടെ കൂട്ടിയതാ കിട്ടും. മൂന്നാം പേരാകുമ്പോൾ അതവിടെ കൂട്ടിയതാ കിട്ടും. ഈ മൂന്നാം പേരാണ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും ചേട്ടാ? നമ്മൾക്കറിയാം പശു കണ്ടല്ലോ, ഞങ്ങൾ പല്ല് നോക്കിയാ പറയും. ഇവിടെ പശു കണ്ടാൽ പല്ല് നോക്കി പറയും. അതെ പിടിക്കും നിങ്ങളും പിടിക്കും. ഈ കൈ അപ്പുറത്തെ കയ്യിൽ പിടിക്കും. ഇവിടെ പല്ലുണ്ട്. ഞങ്ങൾ തമിഴ്നാട്ടിൽ വന്ന് പല്ല് നോക്കിയാൽ പറയാം. ഇവിടെ മൊത്തം 8 പല്ല്. ഇത് അരക്കടത ആയിട്ടുണ്ട്. ഇത് 6 പല്ല് കണക്ക് കണ്ട. മൊത്തം 8 പല്ല് ആയിട്ടില്ല. 8ാമത്തെ പല്ല് അരക്കടത. 2 പല്ലായ സെൻട്രൽ ഈ 2 സെൻട്രലിലെ 2 പല്ലായ കന്നിപ്പേരും. 4 പല്ലായ ഒരു ചില പശുക്കൾ കന്നിപ്പേരാകും. രണ്ടാം പേരും ആകും. 6 പല്ലായ മൂന്നാം പേരും. ഇത് പല്ല് അരക്കടയായാലും മൂന്നാം പേരും. ലേഡീസ് ലേഡീസ് അതെ. പല്ല് ചില പശുക്കൾ വന്ന് 8 പല്ലായും രണ്ടാം പേരാകും. 8 പല്ലായാലും രണ്ടാം പേര്. ഏன்னா അത് ലേഡീസ് ആണ്. പശുക്കൾ ഒരു ചില പശുക്കൾ വന്ന് 8 പല്ലായും രണ്ടാം പേരും. അത് ലേഡീസ് തന്നെയാണ്. ഇതിന്റെ പ്രൈസ് എത്ര വരും ചേട്ടാ? ചേട്ടാ ഇതിന്റെ പശുവിന്റെ ഉടമസ്ഥ 65,000 രൂപ പറയും. 65,000 പറയുന്നുണ്ട്. ഞാൻ മേടിച്ചു കൊടുക്കുന്നത് ഒരു 50-55 രൂപ മേടിച്ചു കൊടുക്കും. 50-55 അതിലും ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും അല്ലേ? അതിൽ ചിലപ്പോൾ ഒരാഴ്ച സമയം പുറത്ത് മാക്സിമം. ഏன்னா ഇപ്പോൾ കൃഷിയിലും ത്രൂവ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മേടിച്ചാൽ നമുക്ക് പൈസ കമ്മിயாக കിട്ടും. ഇതേ ഈ പശു ഒരാഴ്ച നിൽക്കുമ്പോൾ തീറ്റ ചിലവ് കൂടി പോയില്ലേ, അപ്പോൾ കുറച്ച് വില കൂടി പോകും. അതുകൊണ്ട് വേറെ വന്ന് കൃഷിയിൽ വന്ന് ഇറങ്ങിയ ശേഷം മേടിക്കുമ്പോൾ വില തളപ്പിച്ച് മേടിക്കാം. സമയമാകുമ്പോൾ ഒരു ദിവസം 5 ദിവസം ആകുമ്പോൾ തീറ്റ ചിലവ് കൂടി പോകും. ആ പശുവിന്റെ എക്സ്പെൻസ് കൂടി പോകും. അതെ, അതുകൊണ്ട് വേറെ ഒന്നുമില്ല. കേരളത്തിലും ഒത്തിരി ബ്രോക്കേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും കേരളത്തിൽ നിന്ന് മേടിച്ചാൽ പോലെ, കാരണം പാലക്കാടൊക്കെ ഒത്തിരി ബ്രോക്കേഴ്സ് ഉണ്ട്. പിന്നെ ഈ പാലക്കാട് കഴിഞ്ഞ് ഈ തമിഴ്നാട് ഇവിടെ പൊള്ളാച്ചിയിൽ ഒന്ന് മേടിക്കേണ്ട കാര്യം എന്താണ് ചേട്ടാ? ഇപ്പോൾ കേരളത്തിലെ പാലക്കാടിലുള്ള എല്ലാ പശുക്കളുമേ കേരളത്തിലെ പശുക്കളും പറയാൻ പറ്റില്ല. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് പശുക്കൾ പറഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ കൊണ്ടുവരുന്നുണ്ട്. എല്ലാ കച്ചവടം എല്ലാ ബ്രോക്കർമാരും തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ ഇറക്കി സെയിൽസ് ആക്കുന്നുണ്ട്. ഇവിടെ നിന്ന് വന്ന പശുക്കൾ ഇപ്പോൾ എക്സാമ്പിൾ ഒരു 55 മേടിക്കുന്നുണ്ട്. ഈ പശു അവിടെ പോകുമ്പോൾ വണ്ടീൻ്റെ വാടക, വെളിച്ചെലവ് പറഞ്ഞ ചെക്ക് പോസ്റ്റ് ചിലവ്, ഈ പോലീസിൻ്റെ പൈസ എല്ലാം കഴിഞ്ഞ് അവിടെ വരുമ്പോൾ പശുവിൻ്റെ വില എത്രയായി? വണ്ടി വാടക ഒരു മാക്സിമം ഇവിടെ പാലക്കാടിൽ നിന്ന് ഒരു 3000 രൂപ കൊടുക്കണം. ഒരു 2000-2500 3000 രൂപ കൊടുക്കണം. പിന്നെ വെളിച്ചെലവ് ഒരു 3000 രൂപ ആയിപ്പോവും. പിന്നെ ആൾക്ക് എങ്ങനെ നോക്കിയാലും ഒരു 2000 രൂപ ഇല്ലാமல் ആൾക്ക് കൊടുക്കില്ല. പശുവിൻ്റെ എക്സ്പെൻസ് ഒരു 5000 രൂപ കൂടിപ്പോവും. 5000 നിന്ന് ഒരു 10,000 വരെ കൂടിപ്പോവും. അതേ 5000 നിന്ന് 10,000 ഇവിടെ തമിഴ്നാട്ടിൽ വന്ന് മിച്ചമാവും. ത്രൂ ഇവിടെ വന്ന് നേരിട്ട് വന്ന് അവരുടെ എമൗണ്ട് അല്ലേ? ഇത്രയും കുറച്ച് എടുക്കത്തില്ല. അവരുടെ ചെലവും കഴിഞ്ഞിട്ട് അല്ലേ കൂടുതൽ ഓപ്പണായിട്ട് പറഞ്ഞിട്ട് കേരളത്തെ ആൾ വരുമ്പോൾ പശുവിൻ്റെ വില കുറച്ച് കൂടുതൽ ആൾക്കാർ പറയും. ഏன்னா നിങ്ങൾ അതർ സ്റ്റേറ്റ് അപ്പോൾ വന്ന് ഇവിടത്തിനുള്ളവരെ നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ പശുവിൻ്റെ റേറ്റ് വില കൂട്ടിയതാൻ പറയും. പക്ഷെ ഞങ്ങൾക്കറിയാം ഈ തമിഴ്നാട്ടിൽ ഈ പശുവിൻ്റെ റേറ്റ് എത്ര, ഈ പശുവിൻ്റെ റേറ്റ് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടുന്ന് എടുത്ത പശു തന്നെയാണ് ഇവിടെ പാലക്കാട് എല്ലാ സൈഡും പോകുന്നുണ്ടായിട്ട് ഓപ്പണായിട്ട്. അവിടെ നിന്ന് പശുക്കളെ എതുമേ ഓപ്പണായിട്ട് പറയും ഒരു ചില ആൾക്കാർ. അത് കണ്ടാലേ മനസ്സിലാവും ഇത് കേരളത്തെ പശു, ഇത് തമിഴ്നാട് പശു കണ്ടാലേ മനസ്സിലാവും. അതെ. നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ ക്ലൈമറ്റും തമ്മിൽ, കാരണം ഇപ്പൊ കേരളത്തിലെ പശുക്കള് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് പാലക്കാട് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് ഇതാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം എങ്ങനെയാണ്? ഇവിടെ നിന്ന് 45 കിലോമീറ്റർ പാലക്കാട്. അപ്പൊ എല്ലാം ഇവിടുത്തെ ക്ലൈമറ്റ് അവിടെ ക്ലൈമറ്റ് സെയിം ക്ലൈമറ്റ് தான். ഇവിടെ നിന്ന് പള്ളി പോയാൽ ക്ലൈമറ്റ് കുറച്ച് ചേഞ്ച് ആവും. കുറച്ച് ഡ്രൈ ആണ് ഏരിയ. അപ്പോൾ അവിടെ നിന്ന് പശുക്കളി എടുത്താലും നമ്മൾ ക്ലൈമറ്റ് സെറ്റ് ആകും. പേടിക്കണം ഒന്നുമില്ല. ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അതായത് ഇവിടെ നിന്ന് എടുക്കുന്നതും അവിടെ നിന്ന് എടുക്കുന്നതും ക്ലൈമറ്റ് എല്ലാം സെയിം താ. ഇപ്പോൾ പള്ളി അടുത്ത് പോയത് കുറച്ച് ഡ്രൈ ആണ്. ഇവിടെ പോലെ തെന്നന്തോപ്പിൽ അവിടെ ഉണ്ടാകില്ല മാക്സിമം. അവിടെ വന്ന് ഡ്രൈ ഏരിയ. അവിടെ നിന്ന് എടുത്താലും അവിടെ പാല് കമ്മിயாக കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ കൊണ്ടുവന്ന് തമിഴ്നാട്ടിൽ കൊണ്ടുവന്ന് ഇല്ല കേരളത്തിൽ കൊണ്ടുവന്ന് നമ്മൾ ക്ലൈമറ്റ് സെറ്റാക്കി കറക്കുമ്പോൾ പാല് കൂട്ടി കിട്ടും. ഇപ്പോൾ ഇതേ പശു അവിടെ പള്ളിയിൽ കിട്ടുമ്പോൾ 12 தான் കിട്ടും ഒരു ദിവസം. 12 അത് ഡ്രൈ ഏരിയ. ആ വെള്ളം വന്ന് ചൂടാണ് കാറ്റാന്ന് പറഞ്ഞിട്ട് പാല് കമ്മി. ഇതേ നമ്മൾ സ്ഥലം തമിഴ്നാടോ ഇപ്പോൾ പൊള്ളാച്ചിയിൽ നിന്ന് പാലക്കാട് കൊണ്ടുപോകുമ്പോൾ ഈ പാല് കൂട്ടി കിട്ടും. ഏன்னா ക്ലൈമറ്റ് അനുസരിച്ച് നമുക്ക് കൊടുക്കുന്ന തീറ്റ അനുസരിച്ച് പാല് കൂട്ടി കിട്ടും. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇവിടെ അതായത് നമ്മുടെ കേരളത്തിലുള്ള കസ്റ്റമർ പാലക്കാട് വന്ന് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് 10-15 അല്ലെങ്കിൽ 20 രൂപ വരെ നഷ്ടം വരാനേ ചാൻസ് ഉള്ളൂ. നഷ്ടം പറയാൻ പറ്റില്ല. വില കൂടി പോകും. നമ്മുടെ വന്ന് തമിഴ്നാട്ടിൽ വന്നാൽ നിങ്ങൾ ഒരു 5,000-10,000 താല്പിച്ചെടുക്കാം. വിലയിൽ ഡിഫറൻസ് വരും. കാരണം ഈ യാത്രാ ചെലവ് ഇതെല്ലാം ഇപ്പോൾ അത് മറ്റില്ല. നിങ്ങൾ പാലക്കാട് അടുത്ത് ഇപ്പോൾ നിങ്ങൾ കേരളത്തിൽ പോയാൽ ഒരു ഫാമിൽ വന്ന് ഒരു 5 പശു 10 പശു നോക്കാൻ പറ്റും. നിങ്ങൾ ഒരു 10 പശു
പശു എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 10 പശുവിനെ നോക്കാൻ പറ്റും. അതിൽ ഇഷ്ടപ്പെട്ട പശുക്കൾ ഉണ്ടാവും, ഇഷ്ടപ്പെടാതെ പറ്റിയ പശുക്കളും ഉണ്ടാവും. ഞങ്ങൾ തൃപ്തി ഇല്ലാതെ എടുത്തിട്ട് പോകണം. കാരണം ഇവിടെ നിന്ന് അവർ കൊണ്ടുപോയത് അവർക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതെ അതെ, അത്ര ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് ഒരുപാട് പശുക്കൾ 100 പശുവും കൂടെ ഒരു ദിവസം നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 100 പശുവിലെ 10 പശു എടുത്തുകൊണ്ട് പോകാം. അതായത് ഇവിടെ നിന്ന്, കാരണം ചില ബ്രോക്കേഴ്സ് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ നിന്ന് വിൽക്കുകയാണ്. അപ്പോൾ കളക്ഷൻസ് വളരെ കുറവായിരിക്കും. പക്ഷേ നേരിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 50 or 100 പശുക്കളെ നേരിട്ട് കണ്ട് നമുക്ക് മേടിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ ബ്രോക്കറിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇവർക്ക് ഇവിടെ നിന്ന് പോകുന്ന ട്രാവൽ എക്സ്പെൻസസ് പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നായിരുന്നാലും ഇപ്പൊ കൊല്ലത്തായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പശുക്കളെ എങ്ങനെ നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റും? നമ്മുടെ സ്വന്തം വണ്ടിയുണ്ട്, ഈ പിക്കപ്പ് ഉണ്ട്, ദോസ്ത് ഉണ്ട്. അപ്പം നമ്മൾ കേരള ഫ്ലോട്ടിക്കൽ ഈച്ചർ വണ്ടി ഉണ്ട്, പിക്കപ്പ് വണ്ടി, എല്ലാ വണ്ടി ഉണ്ട്. എല്ലാം കൂടുതലുള്ള വണ്ടി, ഓപ്പൺ വണ്ടി ഇല്ല. അങ്ങനെ കൂടുതൽ താഴത്തെ ചകരിയിട്ട് മഞ്ഞിട്ട് പശുക്കൾക്ക് മറ്റുമേ ഓടിക്കുന്ന വണ്ടി. പുറത്ത് വേറെ എല്ലാ സാധനം ഓടിക്കുന്ന വണ്ടിയെല്ലാം കിട്ടിയത്, പശുക്കൾക്ക് മറ്റും ഓടിക്കുന്ന വണ്ടി. പശുക്കൾക്ക് മാത്രം അതായത് അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും ഇത് കൊണ്ടുപോകും. ഡ്രൈവർമാരും എക്സ്പീരിയൻസ് ഉള്ള ആൾ മാത്രമേ കൊണ്ടുപോകും. നമ്മളിപ്പോ നേരത്തെ ഒരു പശു കാണിച്ചില്ല, അതിൽ കാരണം കൊമ്പില് ബ്ലഡ്, അത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആള്, വേറെ വണ്ടി ഓടിച്ച ആള്, വേറെ ഒരു വണ്ടി ഓടിച്ച ആള് ഇങ്ങനെ കൊണ്ടുവന്നാണ് അങ്ങനെ സംഭവിച്ചതാ. പക്ഷെ നമ്മൾക്ക് വന്ന് എല്ലാ എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് വണ്ടി ഓടിക്കുന്ന ആൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, നമ്മൾ വണ്ടി ഇതിക്കണേ പോണ വണ്ടിയാ, പശുക്കൾക്ക് മറ്റുമേ പോണ വണ്ടി, വേറെ ഏതെല്ലോടും പോവില്ല. അപ്പം നമ്മൾ കഥയും, ഏன்னா നമ്മൾ ഇതുകൊണ്ട് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ഇതുകൊണ്ട് ഒരു എന്തെങ്കിലും കൊമ്പ് മുറിയായി കാമ്പ് മുറിയായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അത് മാക്സിമം അങ്ങനെ ഇല്ലാതെ നിങ്ങൾ സേഫ്റ്റി ആയിട്ട് നിങ്ങൾ സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ ഈ ഒരു പശു ആണെങ്കിൽ ഇപ്പോൾ കൊല്ലം വരെ എത്തിക്കാൻ, അതായത് കൊല്ലം വരെ എത്തിക്കാൻ നമുക്ക് എത്ര രൂപ ചിലവ് വരും ചേട്ടാ? ഇപ്പോൾ സിംഗിൾ ലോക്കൽ ഇപ്പോൾ 100 കിലോമീറ്റർ ഉള്ളിലുണ്ടെങ്കിൽ മൊത്തം വാടക പറയും. 100 കിലോമീറ്റർ. ഇത് 100 കിലോമീറ്റർ മുകളിൽ പോയാൽ കിലോമീറ്റർ വാടക കൊടുക്കണം. പിന്നെ കിലോമീറ്റർ 15 രൂപ, 3 ബസ് കയറുന്ന വേണ്ടി കിലോമീറ്റർ 15 രൂപ ഞങ്ങൾ. അപ്പോൾ 100 കിലോമീറ്ററിന് അകത്താണെങ്കിൽ മൊത്തം വാടക ഇപ്പോൾ 3 രൂപയാവും ഉദ്ദേശം. ഇപ്പോൾ മാക്സിമം ഒരു 50 കിലോമീറ്റർ ഉണ്ടെങ്കിൽ 50 കിലോമീറ്റർ പോകുന്ന ആൾക്കാരുണ്ട്, 20 കിലോമീറ്റർ പോകുന്ന ആൾക്കാരുണ്ട്. ഒരു 1500, 2000, 2500 അധികം വെച്ചാൽ 3000 ഉള്ളിൽ വരും. ഇത് 100 കിലോമീറ്റർ മുകളിൽ പോകുന്നുണ്ടെങ്കിൽ കിലോമീറ്റർ 15 രൂപ, 15 അഡീഷണൽ കിലോമീറ്റർ 15 മൊത്തത്തിൽ. അതായത് 101 കിലോമീറ്റർ ആയിരുന്നാലും 1 കിലോമീറ്റർ 15. ഇപ്പോൾ 100 കിലോമീറ്റർ 150 കിലോമീറ്റർ ആയി. അപ്പോൾ വന്ന് അപ്പ് ആൻഡ് ഡൗൺ 150, 300 കിലോമീറ്റർ, 300 × 15 അതാ വണ്ടി. റിട്ടേൺ ഉണ്ടല്ലേ? അപ്പ് ആൻഡ് ഡൗൺ വാടക കൊടുക്കും. അതാണ് വണ്ടി ഇത്രയും ഓടണ്ടേ അല്ലേ? അപ്പോൾ ഈ ഇപ്പോൾ യാത്രയിൽ അതിന്റെ ബാക്കി വരുന്ന മറ്റേ ചെക്ക് പോസ്റ്റിന്റെ കാര്യം, ഡോക്ടർ സർട്ടിഫിക്കറ്റ്, ചെക്ക് പോസ്റ്റ് ബില്ല് എല്ലാം മേടിച്ച് നിങ്ങൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കും. എല്ലാ പരിപാടിയും നോക്കി നിങ്ങൾ സ്പോട്ടിൽ എത്തിച്ചു. അപ്പോൾ ഈ പശുവിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം അതാ നമ്മൾ ഡോക്ടർ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുക്കും, ചെക്ക് പോസ്റ്റ് ബില്ല് മേടിച്ചു കൊടുക്കും, വണ്ടിന്റെ ട്രിപ്പ് സീറ്റ് എല്ലാം മേടിച്ചു കൊടുത്ത് നിങ്ങൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കും. എല്ലാം ക്ലിയർ ചെയ്ത് ഇവിടെ ഞങ്ങളെ വിശ്വാസിച്ച് വന്ന, അതായത് നമ്മളെ വിശ്വാസിച്ച് വന്ന എല്ലാമേ നോക്കി നിങ്ങൾ അത്ര മെനക്കെടുന്ന ആവശ്യമില്ല. വണ്ടിയെല്ലാം നോക്കി നിങ്ങൾ സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കും. ചേട്ടാ ഇത് HF ഇനപ്പെട്ട പശുവാണ്. പശു വന്ന് 2ാം പേര് ടൈപ്പ്, 2ാം പേര്, പല്ല് 6 പല്ല്, 2 നേരം കൂട്ടി വന്നു ഒരു 18. ഒരു പശുവിൻ്റെ ഉടമസ്ഥന് 22 പറഞ്ഞു, നമ്മൾ ഒരു 18 ലിറ്റർ അങ്ങനെ കണക്കൂട്ടാം. ഇനി പ്രസവിക്കാൻ ഒരു 10 ദിവസം പിടിക്കും. 10 ദിവസം പിടിക്കും. കണ്ടോ, ഫുൾ ആകട് വരും. ഈ ആകട് ഫുള്ളായിട്ട് വരും, ഫുൾ ലോഡാവും. ഇത് തോള് കണക്ക് ഫുള്ളാവും. അപ്പോൾ ഒരു പശുവിനെ, ഒരു നല്ലൊരു പശുവിനെ എങ്ങനെ സെലക്ട് ചെയ്തെടുക്കണമെന്ന് ഒന്ന് പറയാമോ? ഈ പശുവിനെ ജസ്റ്റ് കാണിച്ചു. അതൊക്കെ തന്നെ നമ്മളുണ്ട് കേട്ടോ. നിങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ ചേട്ടാ എനിക്ക് പത്ത് പരിചയമില്ല, പശുവിൻ്റെ ഫാമിൻ്റെ പരിപാടി നമുക്ക് പരിചയമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് എല്ലാം ചോദിക്കും ആദ്യം. അല്ല ചേട്ടാ, ഇപ്പം വന്നിട്ട് അത് തന്നെ ചേട്ടനെ നിങ്ങൾക്കിപ്പോൾ അറിയാം. അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലെ ഒരാൾ വരികയാണ്, കേരളത്തിലെ ഒരാൾ വന്നിട്ട് പുള്ളിക്കാരന് അറിയില്ല. ഇപ്പം നിങ്ങൾ പറയുന്നതല്ലേ അവർക്ക് അറിയാവൂ. അല്ലെങ്കിൽ ഇപ്പോൾ കാണുമ്പോഴത്തേക്കും ഒരാൾക്ക് മനസ്സിലാവത്തില്ല. കാരണം ഇപ്പം ഞാൻ ഉൾപ്പെടെ ഞാൻ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ ഇങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് ചേട്ടാ, അത് എങ്ങനെയാണ് ഒരാൾ ഇപ്പോൾ അറിയാത്ത ഒരാൾക്ക് ഈ പശുവിനെ അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം, ഇതെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ മേടിക്കാം, മനസ്സിലായോ? ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ മേടിക്കാവൂ. അപ്പോൾ ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിലേ നിങ്ങളടുത്ത് വരാം. അപ്പോൾ അതൊന്ന് പറഞ്ഞു കൊടുക്കാനാണ്. ഇപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ പശു പറ്റി നോക്കി അറിയണമെങ്കിൽ ഒരു പശു വന്ന് പല്ല് നോക്കണം. പല്ലൊന്ന് നോക്കണം. നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ കണ്ടതുപോലെ 2 പല്ല്, 4 പല്ല്, 6 പല്ല് പല്ല്. അത് നിങ്ങൾക്ക് അറിയാതെ പക്ഷെ ഞങ്ങളെ വിളിച്ച് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ പശു വന്ന് നടത്തി നോക്കണം. പശു എങ്ങനെ നടക്കുന്നുണ്ട്, എങ്ങനെ നടക്കുന്നുണ്ട്, ഏതുപോലെ നടക്കുന്നു നോക്കണം. നടക്കുമ്പോൾ മനസ്സിലാവും പശു എന്തെങ്കിലും കാലിലെ മുറിയുണ്ടാ, ഇല്ലെങ്കിൽ കാട് വന്ന് ഈ അകടെ തൊടുമ്പോൾ ചവിട്ടിനുണ്ടാ. ആ പശു വന്ന് ഇപ്പം കണ്ടോ ചവിട്ടിനില്ല. അപ്പുറം വന്ന് കാമ്പ് നീളമുണ്ടാ, കാമ്പ് ഗ്യാപ്പ് വിലാസമുണ്ടാ, കണ്ടോ കാമ്പ് ഇതെല്ലാം ഉണ്ടാ, കാമ്പിൽ ഏതെങ്കിലും മുറിയുണ്ടാ, കാമ്പിൽ ഇതെല്ലാം നോക്കണം. കാമ്പിൽ ഏതെങ്കിലും മുറിയുണ്ടാ, അപ്പുറം ഇതെല്ലാം നോക്കിയിട്ട് അപ്പുറം പശുകളെ വില സംസാരിച്ച് വിലയെല്ലാം തീർത്ത് അപ്പുറം 4 കാമ്പ് കറന്ന് നോക്കണം. ചെനയിൽ 4 കാമ്പ് കറന്നിട്ട് ഈ വെള്ളം കൊണ്ട് ഇവിടെ കഴുകിയെടുക്കണം. ഈ കഴുകാതെ പച്ചല വന്ന് ഈ ഈച്ചുണ്ടല്ലേ, ഈച്ച ഉള്ളിൽ ഇവിടെ ഉണ്ട് മുട്ട വെച്ച് അകടി വെക്കണം. அதனால் வந்து 4 காம்பு கேரண்டிக்கு கறந்து நோக்கிட்டு
ഇത് ഇപ്പോൾ വെള്ളം കൊണ്ട് കഴുകി എടുക്കണം. ചെനയ്ക്ക് ചിലപ്പോൾ ഒരു ചില പശുക്കൾ കഴിഞ്ഞ പേരിൽ വന്ന് 3 കാമ്പ ഉണ്ടാവും, ഒറ്റ കാപ്പിൽ പാല് വരില്ല, അത് മേടിച്ച് ബുദ്ധിമുട്ടായി പോകും. ഞങ്ങളിവിടെ പശുക്കൾ മേടിക്കുമ്പോൾ ഇങ്ങനെ മേടിച്ച് അഡ്വാൻസ് കൊടുത്തിട്ട് 4 കാമ്പ് പിഴിഞ്ഞ് നോക്കിയാൽ ഞങ്ങൾ മേടിക്കും. അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് 3 കാമ്പായി പോകും. 3 കാമ്പ് പോകും. ഇവിടെ നോക്കിയിട്ട് എല്ലാമേ ശ്രദ്ധിച്ചോ, പശു നടക്കുന്നുണ്ടാ, വെള്ളം കൂടി തീറ്റ കൂടി എടുക്കുന്നുണ്ടാ, എല്ലാമേ കാണിച്ചു. നിങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും അങ്ങനെ ഉള്ള പശുക്കളെ മാത്രമേ നിങ്ങൾ எல்லாமே நான் என்ன விசுவாசிட்டு வந்து ஏட்டா நான் எல்லாமே பசு நடக்கணுண்டா, வெள்ளம் குடி தீட்ட குடி எல்லாம் எடுக்கணுண்டா, 4 കാമ്പ് നോക്കി മെയിനായിട്ട് നോക്കണം വന്ന് നമ്മൾ കൈ കൊണ്ട് 4 കാമ്പ് കറക്കണുണ്ട്. ഇപ്പോഴായിട്ട് പറഞ്ഞ എൻ്റെ അടുത്ത ഒരു പശു സംഭവിച്ചു, 3 കാമ്പായി പോയി, പിന്നെ എനിക്ക് നഷ്ടമായി. எனக்கு நஷ்டமாயி. அப்போ നിങ്ങൾ വന്ന ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പശു എക്സാമ്പിൾ പശു മേടിച്ച് വെച്ചോ, ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇപ്പോൾ ഞാൻ ആൾറെഡി കച്ചവട ആള്, എൻ്റെ അടുത്ത് പശു ഉണ്ട്, ഈ പശു വന്ന് 3 കാമ്പായി, അപ്പം നിങ്ങളുടെ അടുത്ത് എങ്ങനെ സെയിൽസ് ആക്കാം? അറിയാത്ത ആൾക്കാർക്ക് സെയിൽസ് ആക്കാൻ പറ്റും. ഒന്നുമേ പശുവിൻ്റെ രീതി അറിയാത്ത ആൾക്കാർ സെയിൽസ് ആക്കാൻ പറ്റും. ഇതേ ഞങ്ങളെ പോലെ ബ്രോക്കർമാർ വന്നാൽ ഞങ്ങൾ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടാ ഇതെല്ലാം മേടിക്കണ്ട കേട്ടാ, ഇതുപോലെ പശുക്കൾ മേടിക്കണ്ട, ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും, അങ്ങനെ പറഞ്ഞു കൊടുക്കും. അത് ഓപ്പണായിട്ട് നിങ്ങൾ തനിയെ പുറത്ത് വിളിച്ച് ചേട്ടാ അവിടെ സംസാരിക്കണ്ട, പശുവിൻ്റെ ഉടമസ്ഥോട് സംസാരിക്കണ്ട, നമ്മൾ തണിച്ച് വാ, നിങ്ങൾ ഒന്നുമില്ല, നിങ്ങൾ ഈ പശു മേടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ വിളിച്ച് തനിയെ വിളിച്ച് മണിയണ്ട ഈ പശു മേടിക്കാം, കുഴപ്പമില്ല, ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇത് മേടിക്കണമൊക്കെ ഒന്നും കുഴപ്പമില്ല, അങ്ങനെ ചോദിക്കണം. ചോദിക്കുമ്പോൾ ഞാൻ പറയും ചേട്ടാ ആ പശുക്ക് അകട് ഏതെങ്കിലും സംഭവിച്ചിട്ടുണ്ട്, 4 കാമ്പ് ഏതെങ്കിലും പ്രശ്നം ഉണ്ട്, മടിവെക്കുന്നുണ്ട്, അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ചേട്ടാ ഇതിൻ്റെ ഈ പശുവിൻ്റെ വില എത്രയാണ് ചേട്ടാ? ചേട്ടാ അതേ പറഞ്ഞല്ലോ ചേട്ടാ, പശുവിൻ്റെ ഉടമസ്ഥൻ വന്ന് ഒരു 65-70 പറയും. കാരണം പശുവിൻ്റെ എല്ലാം ഉടമസ്ഥനെല്ലാമേ കൂട്ടി തന്നെ പറയും. നമ്മൾ മേടിക്കുമ്പോൾ അത് ഒരു 60-ൻ്റെ ഉള്ളിൽ സംസാരിച്ച് നോക്കാൻ പറ്റും. അതായത് ഞാൻ മേടിക്കും ബ്രോക്കർമാർ പശുവിൻ്റെ ഉടമസ്ഥന് എത്ര അയാളുടെ പശു എത്ര വേണം വില പറയാം, ഞങ്ങൾ കപ്പാസിറ്റിയിൽ നമ്മളെ ഇതിലെ വിലയിൽ മേടിച്ച് കൊടുക്കാൻ പറ്റും. അതായത് ഈ വില ഇതിന് പറയില്ല, അതായത് ഇത് 60 മേടിക്കാൻ പറ്റും അങ്ങനെ പറയില്ല. ഞങ്ങളെ കപ്പാസിറ്റി ഈ റേഞ്ചിൽ മേടിച്ച് കൊടുക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട് എല്ലാ ബ്രോക്കർമാരും. അയാളുടെ കപ്പാസിറ്റി ഇപ്പം മണിയെണ്ണക്ക് ഒരു വില ഉണ്ട്, മണിയെണ്ണ വന്നാൽ ഒരു ദിവസം ഒരു ആഴ്ചയിലും കൂടെ 100 പശു സെയിൽസ് ആക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ഒരു വില ന്യായമായിട്ട് വില കൊടുക്കും. പിന്നെ വേറെ ബ്രോക്കർമാർ വന്നാൽ അയാൾക്ക് ഒരു വില ഉണ്ട്, അങ്ങനെ അതനുസരിച്ച് വില ഡിഫറൻറ്റ് വരും. അതെ. അപ്പോൾ ചേട്ടാ ഇത് വേറൊരു ഫാമാണല്ലേ? അതെ കേട്ടോ, ഇതെല്ലാം പശുവെല്ലാം കൊടുക്കാനുണ്ട്, ഇതെല്ലാം ഒരുപാട് പശുക്കളുണ്ട് ഇവിടെ, എല്ലാമേ നമ്മ കസ്റ്റഡിയിലുള്ള പശുക്കൾ എല്ലാമേ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഫാം നമ്മൾ അത് പറഞ്ഞില്ലേ, നമ്മ കസ്റ്റഡിയിൽ നിന്ന് ഒരു 100 പശു വரைக்கும் നോക്കി എടുക്കണമുള്ള സ്ഥലം ഒരുപാട് സ്ഥലമുണ്ട്, എല്ലാമേ നമ്മൾ പരിചയമുള്ള ആൾക്കാരുടെ അടുത്തുള്ള പശുക്കൾ ഒരുപാട് സ്ഥലങ്ങൾ എല്ലാം ഇതുപോലെ കാണിച്ചു കൊടുക്കും. അല്ല ഒവ്വൊരു സ്ഥലമാണ് അടുത്തടുത്ത സ്ഥലമുണ്ട്. അതായത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾ ഏത് ബ്രീഡ് അനുസരിച്ച് ചോദിക്കുന്നുണ്ടോ അതനുസരിച്ച് ഒവ്വൊരു സ്ഥലം വിളിച്ചു കൊണ്ടുപോയി കാണിച്ച് അതാണ് കേട്ടോ അതിന്റെ പ്രത്യേകത. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരെ കോൺടാക്ട് ചെയ്യാതെ ഇവിടെ അല്ലാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പശുക്കളെ ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പൊ ഇവരെ കോൺടാക്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും പശുക്കളെ, കാരണം എന്തുമാത്രം പശുക്കളാണ് ഇവിടെ. നേരത്തെ നിന്ന് വേറൊരു ഫാമിലാണ്, പിന്നെ ഇതുപോലെ ഒത്തിരി ഫാമുകൾ അവർക്ക് അറിയാം. അവിടെ എല്ലാം കൊണ്ടുപോയി അല്ലേ ഒരുപാട് പശുക്കളെ നമുക്ക് പരിചയപ്പെടുത്തി തരും. എന്നിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അല്ലേ എടുത്താൽ മതി. ഞാൻ പറഞ്ഞത് 100 പശുங்கிறது കമ്മി. അടുത്ത സ്ഥലം ആകുമ്പോൾ 200-300 പശും കൂടെ ഒരു ദിവസം നോക്കാം. 200-300 പശുക്കൾ പിന്നെ നോക്കാം അല്ലേ? നാളെ ഒരേ ദിവസം വന്ന് 70 പശും കൂടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം 70 പശും കൂടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ചേട്ടാ അപ്പൊ നമുക്ക് പശുക്കൾ നോക്കാം. എല്ലാ പശുവും കാണിക്കാൻ പറ്റില്ല, ഒരു ചില പശുക്കൾ കാണിക്കാം. സമയം കിട്ടില്ല, അതുകൊണ്ട് ചേട്ടാ നല്ല ജെർസി ഇണത്തപ്പെട്ട പശു, നല്ല വലിയ പശു കണ്ടോ. ആ ആള് പശുവിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്, ചെസ്റ്റ് ഹൈറ്റ് മോളുണ്ട് കണ്ടോ, നല്ല ഇടപ്പെട്ട നീളമുണ്ട്, ജെർസി ഇണത്തപ്പെട്ട പശു. 2ാം പേര് ടൈപ്പ് ഇതാ. ഇനി പ്രസവിക്കുകയാണ് ഒരു 10 ദിവസം പിടിക്കും. 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇപ്പുറത്ത് ഭാഗം കാണിക്കാം. ഇനി പ്രസവിക്കുകയാണ് ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ പിടിക്കും. ഇത് ഫുള്ള് അകടെടുക്കും. ഒരു 18 - 20 ലിറ്റർ കിട്ടുന്ന ടൈപ്പാണ്. നല്ല കാമ്പ് നീളമുണ്ട്, കാമ്പ് വീതിയുണ്ട്, നല്ല ക്ലൈമറ്റ് സെറ്റാണ് പശുവാണ്. ഈ പശു കൊണ്ടുപോയാൽ പാലും കിട്ടും, പാലിൻ്റെ ഫാറ്റും കിട്ടും. ചേട്ടാ ഇതിപ്പോ എത്ര ലിറ്റർ എന്ന് പറഞ്ഞേ? 20 ലിറ്റർ കമ്മിയിലാകും കിട്ടും. 20 ലിറ്റർ. ഇത് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവില്ല. ഇനി പശു ഒരു 10 ദിവസം ഒരാഴ്ച ആകുമ്പോൾ അകിട് വലിയ അകിട കൂടി വരും. അത് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കാം. പശു നല്ല ഹൈറ്റിലുണ്ട്. ചുമ്മാ എല്ലാ പശു 20 ലിറ്റർ കിട്ടും പറയാൻ പറ്റില്ല. പശു ഹൈറ്റ് ഉണ്ട്, ഇടപ്പെട്ട നീളമുണ്ട്, പശു ഇണത്തിലുണ്ട്, പശു കാമ്പുണ്ട്, മടിസെറ്റ് എല്ലാമേ ഉണ്ട്. എല്ലാം നോക്കിയാൽ നമ്മൾ 20 ലിറ്റർ കിട്ടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ പേരിൽ എത്ര കിട്ടി നമ്മൾ ചോദിക്കാം. പശുവിൻ്റെ ഉടമസ്ഥനടുത്ത് ചോദിക്കുമ്പോൾ അയാൾ പറയും ചേട്ടാ ഒരു 15 ലിറ്റർ കിട്ടി, 18 ലിറ്റർ കിട്ടി എന്നൊക്കെ പറയും. അതനുസരിച്ച് ഈ പേര് കൂട്ടി കിട്ടും. അതെ, നമ്മൾക്ക് അറിയാം കേട്ടോ. അതിനെ കഴിഞ്ഞ പേരിൽ എത്ര കിട്ടിയിട്ടുണ്ടാകുമ്പോൾ അറിയും. പശുവിൻ്റെ ദേഹം എല്ലാം അനുസരിച്ച് കാമ്പൻ്റെ വണ്ണം എല്ലാം പാലിനറമ്പ് എല്ലാം നോക്കി ഒരു ഉദ്യോഗസ്ഥ നോട്ടത്തിൽ നമുക്ക് പറയാം. അക്യൂറേറ്റ് പറയാൻ പറ്റില്ല. അക്യൂറേറ്റ് ആരും പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. ചെറിയ ഡിഫറൻറ്റാറ് വരും. ഒരു 18 കിട്ടില്ല, ചിലപ്പോൾ 23 ലിറ്റർ കിട്ടാം, ചിലപ്പോൾ കൂടി കിട്ടും. അത് കൊടുക്കുന്ന തീറ്റ അനുസരിച്ച് ക്ലൈമറ്റ് അനുസരിച്ച് കിട്ടും. അതെ 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 അതെ.
ചേട്ടാ ഇതിന് വില എങ്ങനെ വരും? ചേട്ടാ വില വന്ന് 75,000 രൂപ പശുവിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞതാ. നമ്മൾ ഒരു 60-65 റേഞ്ചിൽ നമ്മൾ മേടിച്ച് കൊടുക്കാൻ പറ്റും. നമ്മൾ കപ്പാസിറ്റി ഒരു 60-65 രൂപ മേടിച്ച് കൊടുക്കാം. ഇവർക്കാണെങ്കിൽ ഒരു 60-65 പറഞ്ഞതാണ്. ചിലപ്പോൾ വീഡിയോ വന്ന് ചെറിയ പശു പോലെ കണ്ടാ അറിയാം, പക്ഷേ ഇത് വലുപ്പമുള്ള വലിയ പശു ഇടപെട്ടുള്ള പശു അല്ലേ? അതെ. അപ്പോൾ ഇവര് ആണെങ്കിൽ ഒരു 60-65 അല്ലേ ആ റേഞ്ചിൽ മേടിച്ച് കൊടുക്കാം. അതെ അതെ. പാലിൻ്റെ ഫാറ്റിൻ്റെ കേട്ടാ ഇത് വന്ന് റെഡ് മിക്സ്ഡ് വൈറ്റ് ടൈപ്പ്, ബ്രൗണും മിക്സ് ആയിട്ടുണ്ട്. പാലിൻ്റെ ഫാറ്റും കിട്ടും, നിങ്ങൾ ക്ലൈമറ്റും സെറ്റാവും. ഇത് പറമ്പിലെ കൈകിട്ടി മേഞ്ഞ പശുവാണ്. ഇവിടെ കണ്ടാലേ അറിയാം, ഇവിടെ കണ്ടാലേ അറിയാം, കൈകിട്ടി പറമ്പിലെ മേഞ്ഞ പശുവാണ്. ചവിട്ടണതോ കുത്തണതോ എതുമില്ല. അതെ കണ്ടോ, ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. കാമ്പ് നീളം കണ്ടോ, കാമ്പ് നീളമുണ്ട്, കാമ്പ് ഗ്യാപ്പ് ഉണ്ട്. ഇനി ഒരാഴ്ച ആകുമ്പോൾ നല്ല വലിയ അകടാകും, പുറത്തെ പിടിക്കാൻ പറ്റില്ല, അതുപോലെ അകട് വരും. അതെ, പറമ്പിലൊക്കെ മേഞ്ഞ പശുവാണ്. പറമ്പിലെ മേഞ്ഞ പശുവാണ്. ഈ പശു വന്ന് സിന്ധി ക്രാസ് ടൈപ്പ്, ഇത് നല്ല വലിയ പശു. ഇത് 20 ലിറ്റർ കിട്ടുന്ന ടൈപ്പാണ്. ഇതെങ്കിൽ എല്ലാ പശു 20 ലിറ്റർ കിട്ടുന്ന പറഞ്ഞ് അങ്ങനെയല്ല. നമ്മൾ കാണിക്കുന്ന പശുക്കളെല്ലാം വലിയ പശുക്കളെല്ലാം 20 ലിറ്റർ കിട്ടും. നല്ല കാമ്പ് കണ്ടോ, ബട്ടൺ കാമ്പ്, നല്ല കാമ്പ്, നല്ല മടിസെട്ട്, നല്ല കാമ്പ് വണ്ണമുണ്ട്. നമ്മൾ കൈ കൊണ്ട് കറക്കണ ഇതുണ്ട്, നല്ല വലുപ്പമുണ്ട്, നല്ല വലുപ്പത്തിലുണ്ട്. ഇത് നമ്മൾ ക്ലൈമറ്റ് സെറ്റാവും, നമ്മൾ ക്ലൈമറ്റ് സെറ്റാകും. പാലിൻ്റെ ഫാറ്റും കിട്ടും, പാലിൻ്റെ കൊഴുപ്പ് കൂട്ടി കിട്ടും. നിങ്ങൾ സൊസൈറ്റിയിൽ കൊടുത്താലും പാലിൻ്റെ കൊഴുപ്പ് നിങ്ങൾ പാലിൻ്റെ വില അധികമാകും. കാരണം സൊസൈറ്റിയിൽ ഫാക്ട് അനുസരിച്ചിട്ടാണല്ലോ. അതെ അതെ അതെ. എല്ലാമേ കൃഷി പശുക്കളിത, എല്ലാമേ മാക്സിമം കൃഷി പശുക്കളിത കൊണ്ടുവന്ന് നിർത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ നോക്കി ഒരു ന്യായമായ വില മേടിച്ച് നിങ്ങൾ ഫാമിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഇതിന് എത്ര വരും ചേട്ടാ? ചേട്ടാ ഇത് 85,000 പറഞ്ഞു. ഏണാ ഇന്നലെ വന്ന് ഇവിടെ ഒരു 4 പശു മേടിച്ചു. അപ്പോൾ ചോദിക്കുമ്പോൾ ഇത് 85,000 പറഞ്ഞു. ഞാൻ ഒരു 65 ബാർഗിൻ പറഞ്ഞതാണ്. 65 തൊട്ട് 65 ബാർഗിൻ പറഞ്ഞു. 61, 62, 63 ആ റേഞ്ചിലെ ബാർഗിൻ പറഞ്ഞു സംസാരിച്ചു. ഇത് എത്രാമത്തെ പ്രസവം? പശു മൂന്നാം പേര്. പശു മൂന്നാം പേര്. 3 ആളെ വയ്ക്കണ്ട, എന്താ 3ആം പേര് എടുത്ത് കൊണ്ടുപോകണ ആളെ വയ്ക്കണ്ട. പാല് വേണമെങ്കിൽ 2ആം പേര് 3ആം പേര് പാല് കിട്ടും. പാല് കൂടും. 4ആം പേര് 5ആം പേര് എടുത്ത് അതും എടുത്തിട്ട് പോവാ. ഈ വലിയ ഹൈടെക് ഫാം ആൾക്കാർ വന്ന് 4ആം പേര് എടുത്തുകൊണ്ട് പോകാനുണ്ട്. ഏன்னா ഒരു 2 പ്രായം എടുത്തിയാൽ മതി, മച്ചപ്പടി പുറത്ത് കൊടുക്കുക. പാല് കിട്ടിയ മെയിൻ പർപ്പസ് പാലെടുക്കുക, പുറത്ത് കൊടുക്കുക. അങ്ങനെ നോക്കുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ പ്രായം നോക്കി എടുക്കുന്ന ആൾക്കാരുമുണ്ട്, പ്രായം വേണ്ടെന്ന് പറഞ്ഞ് എടുക്കുന്ന ആൾക്കാരുമുണ്ട്. നിങ്ങൾ ഏത് രീതിയിൽ ഇഷ്ടപ്പെട്ടാലും ആ രീതിയിൽ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അതായത് വരുന്നവർക്ക് എന്താണ് ആവശ്യം അതനുസരിച്ച് നമ്മൾ പശു കൊടുക്കാൻ. നമ്മ കസ്റ്റഡിയിൽ ഒരുപാട് ബൈക്കിലുണ്ട്. ഇതാ വില ഇല്ല. ചെറിയ പശുവുമുണ്ട്. ചെറിയ കുടിയാത്ത ആൾക്കാർ പറയും, ചേട്ടാ എല്ലാം ഹൈ റേഞ്ചിലെ പറയുന്നുണ്ട്, 50-55 മോനിലെ പറയുന്നുണ്ട്. ചെറിയ ബൈക്കിലുണ്ട്, ചെറിയ ബൈക്കിലുമുണ്ട്. നല്ല 40-45 അനുസരിച്ച് ബൈക്കിലുമുണ്ട്. അതുകൊണ്ട് അത് വന്ന് 2 നേരം കൂടി ഒരു 10-12 ഒരു 5 ലിറ്റർ താൽപ്പിച്ച് കിട്ടും. അതായത് ഒരു വീട്ടിൽ വളർത്തുന്ന ആൾക്കാരുണ്ട്. ചെറിയ ചേട്ടാ ഇപ്പോൾ എല്ലാം ഹൈ ബഡ്ജറ്റിൽ മേടിക്കുന്ന ആൾക്കാർ മറ്റും ഇല്ല, ലോ ബഡ്ജറ്റിൽ മേടിക്കുന്ന ആൾക്കാരുമുണ്ട്. 35 തൊട്ട് 40-45 വരയ്ക്ക് മേടിക്കുന്ന ആൾക്കാരുമുണ്ട്. അതുപോലെ ആൾക്കാർക്ക് ചെറിയ ബൈക്കിലുമുണ്ട്. ഒരു 10 ലിറ്റർ 12 ഒരു ദിവസം രാവിലെ ഉച്ചക്കൂടി 10 ലിറ്റർ 12 ലിറ്റർ കിട്ടുന്ന ബൈക്കിലുമുണ്ട്. അതുപോലെ ബൈക്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതെ, എല്ലാ രീതിയിലും ഉണ്ട് കേട്ടോ. എല്ലാ പക്ഷേ അവരുടെ പൈസക്ക് എത്രയാണോ അതിനുള്ള പശു അതിനനുസരിച്ച് നോക്കി എടുക്കാൻ പറ്റും. ഒരുപാട് തപ്പുണ്ട്, കാരണം അത്രത്തോളം കളക്ഷൻ ഉണ്ടല്ലോ, പൈസ ഉണ്ട്. കളക്ഷൻ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ഏன்னா ഇത് ഈ പരിപാടി ആയിപ്പോയി എല്ലാത്തുക്കുമേ. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ കൊറോണ വന്നതെന്ന് എല്ലാ ആൾക്കാരും ഈ പരിപാടിയിൽ വന്നു. വണ്ടി ഓടിക്കുന്ന ആൾക്കാരും വന്നു. ചേട്ടാ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചേട്ടാ നിങ്ങൾ കൂടാതെ ഇപ്പം മറ്റ് ഒരുപാട് പേര്, അതായത് അറിഞ്ഞൂടാത്ത പേര് ഇത് കച്ചവടം ചെയ്യുന്നുണ്ട്. കാരണം ഈ വണ്ടിക്കാരൊക്കെ, കാരണം ഇപ്പൊ കേരളത്തിലുള്ളവർ തന്നെ ഇവിടെ വന്നിട്ട് ബ്രോക്കറായിട്ട് ഇപ്പൊ ഒന്നില്ല. ഇപ്പൊ നമ്മൾ വണ്ടി ഇപ്പൊ കേരളത്തിലെ വന്ന് നമ്മൾ ആദ്യം തൊട്ട് ഈ പരിപാടി ഉണ്ട്. എന്റെ ഫാമിലി പറഞ്ഞാൽ താത്തൻ, അച്ഛൻ, ചിത്തപ്പൻ എല്ലാ ആൾക്കാരും ഈ പരിപാടിയിലുണ്ട്. എന്റെ ബ്രദർ എല്ലാവരും ഈ പരിപാടിയിലുണ്ട്. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇത് ഒരു ബിസിനസ്, നമ്മുടെ ഫാമിലി ബിസിനസ് ഇതാ. ഞാൻ പഠിച്ചത് BE தான். ഞാൻ പഠിച്ച് BE കഴിഞ്ഞിട്ട് ഞാൻ ബാങ്കിൽ പണി എടുത്തിട്ട് പിന്നെ ഈ ഫീൽഡിൽ വന്നു. പക്ഷേ വന്ന് ഈ പരിപാടി അറിയാത്ത ആൾക്കാരിലെ ഈ ഫീൽഡിൽ ഒന്നില്ല. എനിക്ക് വണ്ടി ഓടിച്ച ആൾക്കാരിലെ ഇന്ന് പശു കച്ചവടമാണ്. എൻ്റെ പശു മേടിച്ച് പുറത്ത് കേരളത്തിൽ കൊണ്ടുപോയി ഇറക്കിയ ആള് ഇന്ന് പശു കച്ചവടമാണ്. അപ്പോൾ അവർക്ക് ഇത്രത്തോളം എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ അവർക്ക് ഇതിൽ എന്തെങ്കിലും ലാഭമുള്ളതുകൊണ്ടല്ലേ അവർ ലാഭം ഉണ്ട്. അതേ പറഞ്ഞല്ലേ, നിങ്ങൾ ഒന്നും അറിയാതെ പശുത്തില്, നിങ്ങൾ പശുവിനെ വെച്ചാൽ അറിയാതെ പശുത്തില് നഷ്ടമുള്ള പശു നിങ്ങളുടെ അടുത്ത് തലയിൽ കൊടുത്തിട്ട് പൈസ മേടിക്കും. ഈ പശു എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ, ഈ പശു കറക്കാതെ പശു ഉണ്ടെങ്കിൽ ഈ സെയിൽസ് ആക്കിയ ആൾക്ക് പൈസ ഒരുപാട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല, ഇടനിലക്കാരനായിട്ട് നിന്നവർക്ക് പൈസ കൂട്ടി കിട്ടും. അപ്പൊ അതുപോലെ ആൾക്കാർ ചെയ്യും. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലാഭം കിട്ടുന്നുണ്ടോ?
നമ്മൾക്ക് ലാഭം ഉണ്ടാട്ടോ. ഒരു പശു സെൽസാക്കി കൊടുത്താൽ 1000 രൂപ കൊടുക്കും. നിങ്ങൾക്ക് 1000 രൂപ. അപ്പോൾ അവർക്ക് എങ്ങനെ ഇത്ര എമൗണ്ട് കിട്ടുന്നത്? അതിന്റെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരുപാട് പൈസ ആയിട്ടല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഒരു പശു 5000 മേടിക്കുന്ന ആൾക്കാരുണ്ട്, 10,000 മേടിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ 1000 രൂപ മേടിക്കും. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ചോദിച്ചാൽ കൊടുക്കില്ല കേട്ടോ, ഓപ്പണായിട്ട് പറഞ്ഞാൽ. കാരണം ഇവിടുത്തെ ആൾ തന്നെ നിങ്ങൾക്ക് നിലവറ അറിയില്ലേ, നമ്മൾക്ക് ഒരു ദിവസം ഒരു 5 ബസ് സെയിൽസ് ആക്കിയാൽ മതി. ആഴ്ച വന്നുകൊണ്ടിരിക്കണം. നമ്മൾക്ക് ഒരു പശു സെയിൽസ് ആക്കിയാൽ 1000 രൂപ കൊടുക്കും. 1000 രൂപ കൊടുക്കും. ഓക്കെ, അവരാകുമ്പോഴത്തേക്കും 10 മേടിക്കുന്ന ആൾക്കാരുണ്ട്, കൂട്ടി മേടിക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. അതെല്ലാം ഓപ്പണായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കുറഞ്ഞ എമൗണ്ടിന് ഇവിടുന്ന് ചേട്ടാ നമ്മൾ ഈ പരിപാടിയിലേ ഉണ്ട് കേട്ടാ. നിങ്ങൾ മേടിക്കുമ്പോൾ ഒരു ആൾക്ക് വന്ന് എക്സ്പീരിയൻസ് ഉണ്ടാന്ന് നോക്കിയിട്ട് മേടിക്കണം. ഈ പരിപാടിയിൽ ഈ ഫീൽഡിൽ എത്ര വർഷം ഉണ്ട് അയാൾ, എത്ര റിമാർക്ക് ഉണ്ട് അയാൾക്ക്, ആ കൊടുത്ത പശുക്കൾ എല്ലാം സക്സസ് ആയിട്ടുണ്ടാ, എല്ലാം ഫെയിലിയർ ഉണ്ടാ, എല്ലാം നോക്കിയിട്ട് ഇതൊക്കെ വരണം. ചുമ്മാ വെറുതെ വന്നിട്ട് കാര്യമില്ല. എല്ലാ ആൾക്കാരും എന്താ പറഞ്ഞില്ലേ, വണ്ടി ഓടിക്കുന്ന ആൾക്കാർ ഈ ഫീൽഡ്, അതർ ഫീൽഡിലുള്ള ആൾക്കാർ എല്ലാവരും ഈ ഫീൽഡ്, ഇത് പ്രോപ്പറാ അറിയാത്ത ആൾക്കാർ ഈ ഫീൽഡ് വരുന്നുണ്ട്. കാരണം ഇത് പൈസ കൂടുതലാണ്. ഒരു പശു ഇപ്പുറത്ത് മാറ്റി വിറ്റാലും ഒരുപാട് പൈസ ഉണ്ട്. കറക്റ്റായിട്ട് അറിഞ്ഞ് വർഷങ്ങളോളം ഇതിൽ നിങ്ങൾ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അതെ ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല, നമ്മൾ ന്യായമായിട്ട് പോയാൽ തന്നെ നമ്മൾക്ക് അതാ പറഞ്ഞില്ലേ, നമ്മൾ ഫാമിലി ബിസിനസ്, അതുകൊണ്ട് ഈ ഫാമിലി തൊട്ട് എല്ലാ ഇതിലും നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതാണ് പറഞ്ഞില്ലേ, മറ്റാൾക്കാരിൽ വേറെ പരിപാടിയിൽ നിന്ന് ഈ പരിപാടിയിൽ പറയുന്നുണ്ട്. ആയായിട്ട് പോയാൽ നമ്മൾ പറ്റുമോ? ഈ ഒരു നിങ്ങൾ ഇത്രയും നാളെ വർഷം പാരമ്പര്യമായിട്ട് നിന്നത് തന്നെ ഇങ്ങനെ ഇപ്പൊ വന്ന് കേരളത്തിൽ വന്ന് ഫാം ലാസായി പോയി ഈ ബിസിനസ്സിൽ വരണ്ടാന്ന് പറയുന്ന ആൾക്കാർ എല്ലാവരുമേ ഇതുപോലെ എക്സ്പീരിയൻസ് ഇല്ലാതെ ആളടുത്ത് പോയി ഇതാ നഷ്ടപ്പെട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇതായിട്ടോ ചേട്ടാ, അതാ പറഞ്ഞില്ലേ, ചെറിയ ആൾക്കാർ, ചെറിയ കുടിയാത്ത ആൾക്ക് പറഞ്ഞില്ലേ, അതാൾക്ക് ഇതുപോലെ പശുക്കൾ സെറ്റാവും. പശു വന്ന് വെളുപ്പുണ്ട്, പശു മേണിയില്ല, പശു പ്രസവിച്ച പശു ഇതാ 2 നേരം കൂടി ഒരു 10 ലിറ്റർ കിട്ടുന്ന ടൈപ്പ് ഇതാ. നമ്മൾ ഒരു 40 റേഞ്ചിൻ്റെ ഉള്ളിൽ മേടിക്കുക, ഒരു 37, 40, 45 ഉള്ളിൽ മാക്സിമം. പശു 50, 55 പറയും, പശുവിന് ആ റേഞ്ചിൽ കമ്മിയായി. ഏன்னா ദേഹമില്ല, പശു മെളിഞ്ഞ പശുവാണ്, പക്ഷെ പാല് കിട്ടും. എത്ര ലിറ്റർ കിട്ടുമായിരിക്കും ചേട്ടാ? ഒരു 10 ലിറ്റർ, 2 നേരം കൂടി ഒരു 10 ലിറ്റർ, ഒരു ദിവസം 10 ലിറ്റർ. അതേ നോക്കി മേടിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഒരു ഫാമിലിക്ക് ഒരു 10 ലിറ്റർ ഉണ്ടാൽ മതി, അങ്ങനെ ഒരു 5 പശു കിട്ടിയാൽ മതി, അങ്ങനെ മേടിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ആൾക്കാർക്ക് 40, 45 ആ റേഞ്ചിനുള്ളിൽ മേടിക്കാൻ പറ്റും. അതെ, ഇതൊക്കെ ഇപ്പൊ നമ്മുടെ വീട്ടാവശ്യത്തിനല്ലേ? വീട്ടാവശ്യം. ചേട്ടാ, ഇതും മേടിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു ഇതേപോലെ ടൈപ്പിൽ ഒരു 10 പശു വെച്ചാൽ മതി, നമ്മൾ പശുവിൻ്റെ വില കമ്മിயாக കിട്ടിയാൽ മതി, അങ്ങനെ മേടിക്കുന്ന ആൾക്കാരും ഉണ്ട്. വീടുകളിൽ വന്ന് നമ്മൾ കുട്ടികൾക്ക്, നമ്മൾ മക്കൾക്ക് ഏതെങ്കിലും പാൽ വേണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പശു മേടിച്ച് കിട്ടിയാൽ മതിയില്ലേ? അതായത് ഒരു വീട്ടാവശ്യത്തിനല്ലേ? വീട്ടാവശ്യത്തേക്ക് ഇതുപോലെ പശുവൊക്കെ വാങ്ങിച്ച് കെട്ടണം നമ്മൾ അല്ലേ? തീറ്റ ചെലവും കുറവായിരിക്കും. തീറ്റ ചെലവും കമ്മിയായിരിക്കും. അത് തൊട്ടടുത്തുണ്ടാവണം. ഇവിടെ വന്ന് പാലക്കാട് അതിനുള്ളിൽ ഉണ്ടാവണം. നിങ്ങൾ കൊല്ലത്തിൽ നിന്ന് വന്നിട്ട് ഒറ്റ പശു മേടിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് നഷ്ടമായി പോകും, വണ്ടിന്റെ എക്സ്പെൻസ് കൂടി പോകും. അവിടെ നിന്ന് വിളിച്ചാലും ചേട്ടാ എനിക്ക് ഒരു പശു വേണം പറഞ്ഞാലും നിങ്ങൾ ഏത് സ്ഥലത്തിൽ നിന്ന് വിളിക്കണമെന്ന് ചോദിക്കാം. പാലക്കാട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, വാ ഏട്ടാ അങ്ങനെ പറയാം. ഇത് കൊല്ലത്തിൽ നിന്ന് ഒരു പശു വേണ്ടോ വേണ്ടാന്ന് പറയും. ചേട്ടാ, ഒരു പശു കൊണ്ടുപോയി നഷ്ടമായി പോകും, ട്രാവൽ എക്സ്പെൻസ് കൂടി പോകും. അപ്പോൾ ഇവിടെ ഒരു ഡൗട്ട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര എമൗണ്ട് വരെ ആയിട്ടോ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും? അതായത് ഇപ്പോൾ എത്ര പശു ചേട്ടാ ഇപ്പോൾ പറഞ്ഞു, ഒരു പശുവായിട്ട് നമുക്ക് കൊല്ലത്ത് വിടുന്നു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമായി പോകും. പിന്നെ അവർക്ക് ഒരു മിനിമം വന്ന് 2 പശു എടുക്കാം. 2 പശു എടുക്കാം. മാക്സിമം എത്ര പശു വന്നാലും എടുക്കാം. മാക്സിമം എടുക്കാം. മിനിമം ഒരു 2 പശുവിൽ കൂടുതലാണെങ്കിൽ അവർക്ക് നഷ്ടമില്ലാതെ കൊല്ലം വരെയൊക്കെ ആണെങ്കിൽ അല്ലേ? പാലക്കാട് തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ ഒരു പശു മതി. അതെ. ഏன்னா വണ്ടി കൊല്ലം പോകണമെങ്കിൽ മാക്സിമം വന്ന് ഒരു 10,000 രൂപ എക്സ്പെൻസ് ആയി പോകും. അതിൽ ഒരു പശുവിന്റെ മുകളിൽ 5,000 രൂപ എക്സ്പെൻസ് കൂടി പോകും, കൂടുതലാവും. അതിപ്പോ ഒരു 40-45 മേടിച്ചാൽ അത് 50-55 അവിടെ എത്തിച്ചു പോകും. അപ്പോൾ ഒരു 4-5 പശു ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഒരു പശു എടുത്തത് നഷ്ടം. ചേട്ടാ, ഇത് ഫാമൊക്കെ പറ്റിയ പശുക്കള്, ഇതെല്ലാം HF ക്രോസ് പശുക്കളാ. എല്ലാം വന്ന് ഒരു 18, 20 അങ്ങനെ കിട്ടും ടൈപ്പാ. എല്ലാം പാലിനറമ്പുണ്ട്, മടി സെട്ടുണ്ട്, കറുത്ത കാമ്പ്. HF പശുക്കൾ ഇതുപോലെ കറുത്ത കാമ്പ് എടുക്കുമ്പോൾ മാക്സിമം ഫെയിലിയർ ആകില്ല. അങ്ങനെ കാമ്പിൽ ഏതെങ്കിലും മച്ചമുണ്ടോ, കാമ്പിൽ ഏതെങ്കിലും കറുപ്പുണ്ടോ, അങ്ങനെ നോക്കിയത് എടുക്കും. ഇത് ഒരു 18 ലിറ്റർ കിട്ടുന്ന ടൈപ്പാ. ചേട്ടാ, ഇത് 65 രൂപ കമ്മിയിലും പശുവിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു. നമ്മൾ ഒരു 60-62 റേഞ്ചിൽ മേടിക്കാം. 62 റേഞ്ചിൽ മേടിക്കാം. ഇത് വന്ന് മൊട്ട ടൈപ്പ് കുറച്ച് വെളുപ്പത്തിലുണ്ട്. ഇത് 2 നേരം കൂടി ഒരു 16-17 ലിറ്റർ കിട്ടും. കണ്ണിപ്പേര് കണിഞ്ഞൽ പശുക്കൾക്ക് വില കൂടും കേട്ടാ. തമിഴ്നാട്ടിലെ പുറത്ത് വരയ്ക്കും കണ്ണിപ്പേർക്ക് വില കൂടും. ഒരു 70-75-80 റേഞ്ചിൽ പറയും പശുവിൻ്റെ ഉടമസ്ഥന്. നമ്മൾ 65 തൊട്ട് ഒരു 70 റേഞ്ചിൻ്റെ ഉള്ളിൽ മേടിക്കാം. മാക്സിമം എത്ര താല്പര്യം ഞങ്ങൾ അത്ര താല്പര്യം നിങ്ങൾക്ക് മേടിച്ചു കൊടുക്കും. അതെ. അടുത്ത് വന്ന് 3-ാം പേര് ടൈപ്പ് ഇതാ, HF ക്രോസ് ടൈപ്പ് ഇതാ. ഇത് ഒരു 18-20 ലിറ്റർ കിട്ടും. ചെനയിലുണ്ട്. പ്രസവിക്കാണ് ഒരാഴ്ച പിടിക്കും. ഒരു 18-20 ലിറ്റർ കമ്പൽസറി കിട്ടും. പശു 3-ാം പേര് ടൈപ്പ്. ഇത് ക്രാസ് ബ്രീഡ്. നല്ല വലിയ പശു കണ്ടോ, നല്ല വലിയ പശു 20 ലിറ്റർ കിട്ടും ടൈപ്പ്. അതുമ്പോൾ
കണ്ടല്ല നമ്മ ഷോൾഡർ ഉണ്ട്, ചേട്ടൻ്റെ ഹൈറ്റ് വരുന്നുണ്ട്. நம்ம ஷோல்டர் ഉണ്ട്, நல்ல വലിയ പശു, ഒരു 20 ലിറ്റർ കിട്ടും പശു. നല്ല ഇത് വന്ന് ഇത് 2ാം പേരിട്ടാ പ്രസവിച്ച പശു, പ്രസവിച്ച പശു ഒരു 20 ലിറ്റർ കിട്ടും. ഇതും പശു വന്ന് 2ാം പേര് ടൈപ്പ് தான். ഇത് പ്രായത്തിൽ കമ്മി, 2ാം പേര്. ഒരു എങ്ങനെ നോക്കിയാലും മടി സെറ്റക്ക് വന്ന് ഒരു 17, 16 അങ്ങനെ കിട്ടിയ ടൈപ്പാണ്. ചിലപ്പോ പശു എടുക്കുമ്പോഴത്തേക്കേ ഒരു ഇത് കുട്ടികളല്ലേ, നമ്മളിപ്പോ കേരളത്തിൽ നിന്നൊക്കെ വന്ന് പശു എടുക്കുമ്പോഴത്തേക്കും ഈ കുട്ടി എങ്ങനെ കുട്ടി ഒരുമിച്ച് தான் കൊടുക്കും, തണിച്ച് കൊടുക്കില്ല. ഞങ്ങൾ എപ്പോഴും തമിഴ്നാട്ടിൽ വന്ന് കൊടുത്താലേ വന്ന് കുട്ടി മടക്കുമ്പോൾ കൊടുക്കും, പശുവും കുട്ടിയും தான் കൊടുക്കും, തണിച്ച് കൊടുക്കില്ല. തണിച്ച് കൊടുത്താലും ഒന്ന് പകുതി കറവ അരക്കറവം വരും, ഇല്ല വെട്ടുമാട് പശുക്കളിൽ അങ്ങനെ തണിച്ച് കൊടുക്കും. ഇങ്ങനെ കുട്ടിയോട് കൊടുത്താലേ മാക്സിമം വന്ന് പ്രസവിച്ച പശുക്കളെ കൊടുക്കും, ചെനപ്പൈക്കിലും കൊടുക്കും, പ്രസവിക്കാനായ പൈക്കിലും കൊടുക്കും. അപ്പൊ ഇത് നമ്മളിപ്പോ വേറെ ഡൗട്ടുള്ളതെന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള പശു തുടക്കക്കാർക്ക് എങ്ങനെയുള്ള പശുക്കൾ എടുക്കുന്നതായിരിക്കും നല്ലതായിട്ടാ ചേട്ടാ? അതാ പറഞ്ഞില്ലേ, നിങ്ങൾ കപ്പാസിറ്റി പുറത്ത്. ഇപ്പോൾ എൻ്റെ അടുത്തുള്ള പൈസ ഉണ്ട്, ഞാൻ വലിയ ഹൈടെക് ഫാം വെക്കണം ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് പൈസ കൂട്ടി കിട്ടും പറഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് കപ്പാസിറ്റി പറഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ഒരു 10 പശു കട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് അങ്ങനെ പറഞ്ഞ് ഇതുപോലെ പശുക്കളെ എടുക്കണം. അതായത് മനസ്സിലായി, അതായത് നമ്മളുടെ കാലാവസ്ഥയിൽ അതൊന്നും ഒരു പ്രശ്നമല്ല. അതെ അതെ, അതായത് ഇപ്പൊ പ്രസവിച്ച പശു അല്ലാതെ നിങ്ങൾ പ്രസവിക്കുന്നതിന് മുന്നേ ഇവിടുന്ന് പശുവിനെ കൊണ്ടുപോകണം അങ്ങനെയൊന്നുള്ള ഒരു പ്രശ്നം അങ്ങനെയുള്ള ഒന്നും ആവശ്യമില്ല. കുട്ടിയെ എടുത്ത് തന്നെ നിങ്ങൾ അവിടെ വളർത്തുന്നത് എന്നാലും അവിടെ ക്ലൈമറ്റുമായിട്ട് സെറ്റ് ആവുള്ളൂ അങ്ങനെയൊന്നുള്ള ഒരു അതെല്ലാം ഒന്നും കുഴപ്പമില്ല. പ്രസവിച്ചായിരുന്നാലും എല്ലാ പശുക്കളും സെറ്റ് ആകാൻ വേണ്ട. ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ എല്ലാമേ ക്ലൈമറ്റ് സെറ്റ് ആവും. നിങ്ങൾ ക്ലൈമറ്റിൽ വന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കേരളത്തിൽ വന്ന് കിതപ്പുണ്ടെങ്കിൽ നമ്മൾ രണ്ട് നേരം കുളിപ്പിക്കണം. മുകളിൽ വന്ന് സെഡ് ഇടുന്നെങ്കിൽ കുറച്ച് മുകളിൽ പൊക്കി ഇടണം, ഹൈറ്റ് ചൂട്. താഴത്ത് മണ്ണ് തറ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അപ്പൊ വന്ന് പേടിക്കാൻ ഒന്നുമില്ല. അങ്ങനെ മാക്സിമം ആകില്ല. ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് നമ്മളിപ്പോ ഇഞ്ചക്ഷൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണോ? എല്ലാമേ മാക്സിമം ഞങ്ങളെ ചെയ്തത് അയക്കുന്നുണ്ട്. അവിടെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് എടുത്ത് TRP എല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാമേ സർട്ടിഫിക്കറ്റ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. മാക്സിമം നിങ്ങൾക്ക് ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി ഒരാഴ്ച നിർത്തി. ഇപ്പോൾ ഇവിടുന്ന് ഒരു 10 പശു കൊണ്ടുപോയാൽ പുറത്തുനിന്ന് എടുത്ത് ഫാമിൽ ഉള്ളിൽ കയറ്റണ്ട. നിങ്ങൾ ഫാം ആയിരിക്കുന്ന പശു ഉണ്ടെങ്കിൽ അവിടെ കയറ്റണ്ട, പശുവിൻ്റെ ഉള്ളിൽ കയറ്റണ്ട. പുറത്ത് ഒരു 5 പശു പുറത്ത് നിർത്തി വെച്ച് ആ പശു വന്ന് ഒരാഴ്ച കഴിഞ്ഞ് കയ്യിലേറാ ഏതാ നോവുണ്ടെങ്കിൽ ഡോക്ടറെ വിളിച്ച് എല്ലാം നോക്കി ചെക്ക് ചെയ്ത് പിന്നെ ഉള്ളിൽ കയറ്റി അങ്ങനെ ചെയ്താൽ മതി. എല്ലാമേ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഇതുപോലെ പേടിക്കണ ഒന്നും ആവശ്യമില്ല. A to Z എല്ലാമേ ഞങ്ങൾ പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ കയറ്റി വിടും. കാരണം ഇവിടുന്ന് അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ പിന്നെയും വരണം. തിരിച്ച് വന്നിട്ട് മണിയണ്ട ഒരു പശു എടുത്ത് പോയി മറുപടി പശു വേണം അങ്ങനെ ചോദിക്കണം. അതുപോലെ മാക്സിമം അങ്ങനെ രീതിയിൽ ഞങ്ങൾ ചെയ്യും. ചതിക്കുന്ന പണി ചെയ്യില്ല ഓപ്പണായിട്ട്. ആ ചതിക്കുന്ന വില ഏണാ നിങ്ങളടുത്ത് ഒരു കംപ്ലൈൻറ്റ് വന്നാൽ ആ കംപ്ലൈൻറ്റ് ഞങ്ങൾ റെഡിയാക്കണ ഒരുപാട് സമയമായി പോകും. നിങ്ങൾ അടുത്ത പരിപാടി നോക്കാൻ പറ്റില്ല. അതിനുള്ള മാക്സിമം തെളിവാണ് പൈക്കൽ മട്ടുന്ന ഞങ്ങൾ എടുക്കും. വന്നിട്ടുണ്ട്, ഒരുപാട് വന്നിട്ടുണ്ട്. അതാവുന്ന എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അതാവുന്ന ഇത് ഞങ്ങൾ തെറ്റില്ല, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇല്ല. ഇല്ലാത്ത ആൾക്കാർ അവിടെ കൊണ്ടുപോയി പശു എങ്ങനെ നോക്കണം എന്നും കൂടെ അറിയില്ല. പശുക്ക് എങ്ങനെ വെള്ളം കൂടി തീറ്റ കൊടുക്കണം അറിയില്ല. പശു കൊണ്ടുപോയി പശു പ്രസവിച്ചാൽ അത് കറക്കണം, ഫുള്ള് വടി വടിച്ച് കറക്കണം. പകുതി കറക്കാതെ അറിയാത്ത ആൾക്കാർ ആ പകുതി അകട് പാലുണ്ടാവും, അത് മടിവെക്ക് വരും. മടിവെക്ക് വന്ന് പാലില്ലാൻ പോകും. പിന്നെ വിളിച്ച് മണ്ണിനാ നീ കൊടുത്ത പശു പാലില്ലെന്ന് പറയും. നമ്മൾ കൊടുക്കുന്ന പശു ചേന പൈക്കിൽ തെളിവാണ് പൈക്കിൽ തന്നെ കൊടുക്കും. പിന്നെ അവിടെ പോയിട്ട് ഇതുപോലെ നോക്കാതെ പച്ചത്തിൽ ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും. അതിലാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ഇല്ലെങ്കിൽ ഒരു പണിക്ക് നിങ്ങളൊരു എക്സ്പീരിയൻസ് ഇല്ലാതെ പച്ചിൽ ഒരു പണിക്കാർ ആൾ റെഡിയാക്കണം. എല്ലാ എക്സ്പീരിയൻസ് ഉള്ള ഒരു പണിക്കാർ ആൾ റെഡിയാക്കണം. ഫസ്റ്റ് ആ പണിക്കാർ ആൾക്ക് എല്ലാ പണി അറിയുമ്പോൾ നോക്കണം. ചുമ്മാ വെറുതെ ഒരു പണിക്കാർ ആൾ എൻ്റെ അടുത്ത പണിക്കാർ ആളുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പശു എടുക്കാൻ പറ്റില്ല. ആ പണിക്കാർ ആൾക്ക് എല്ലാം നോക്കണം. ഏതെങ്കിലും ചേട്ടാ ബംഗാളി പറയുന്നുണ്ട് ആൾക്കാർ, പൈസ കമ്മി നമ്മളങ്ങനെ പറഞ്ഞ് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ആൾക്കാർ വന്ന് തീറ്റ കൊടുക്കുന്നില്ല. ഞാൻ ഒരു ഫാമിൽ തൃശ്ശൂരിൽ വന്ന് ഒരു ഫാമിൽ ഒരു 10 പശു ഇറക്കി. അവിടെ നമ്മൾ കൊടുക്കുമ്പോൾ നല്ല പശുവതാണ് കൊടുത്തത്, 10 പശുമേ. ആ 10 പശുമേ ഇവിടെ കറന്ന് നോക്കിയതാണ് എടുത്തത്. പിന്നെ അവിടെ പോയിട്ട് പാലില്ല പറഞ്ഞു. എന്താ അറിയാ, ആ ബംഗാളി ആൾക്കാർ വന്ന് ബംഗാളി നേപ്പാളി ആൾക്കാർ എല്ലാവരുമേ വന്ന് തീറ്റ കൊടുക്കണില്ല. അത് എന്താ സംഭവം ചോദിച്ചാൽ നോക്കണില്ല. തീറ്റ കൊടുത്താൽ പുറത്ത് ചാണം പുറത്ത് പറഞ്ഞിട്ട് ചാണം കൂടുതലായിട്ട് പറഞ്ഞിട്ട് പണി നമ്മൾ കൂടുതൽ പറഞ്ഞിട്ട് തീറ്റ കൊടുക്കണില്ല. പിന്നെ ഞാൻ പോയി ആ ഫാമിൽ 2 ദിവസം ഇരുന്ന് വെള്ളം കൂടി തീറ്റ കൂടി കൊടുത്ത് പാല് കയറ്റി കാണിച്ചിട്ട് ഇപ്പുറത്ത് വന്നതാ. ഞാൻ കയറ്റി കാണിച്ചു, പാല് വന്ന് അത് കൂട്ടി കാണിക്കുമ്പോൾ എന്താ ഏതിടത്തുള്ള പ്രശ്നം നോക്കുമ്പോൾ CCTV ക്യാമറ നോക്കി പശുക്കൾ തീറ്റ കൊടുക്കണില്ല. അപ്പുറം ബംഗാളി ടീമിനെ ഒഴിവാക്കിയിട്ട് തമിഴ്നാട് ആൾക്കാരെ കൊണ്ടുവന്ന് ഇറക്കിയതാണ്. നിങ്ങൾ പൈസ കമ്മിയാകണം പറഞ്ഞിട്ട് ബംഗാളി ആൾക്കാർ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അതല്ല കാര്യമില്ല. പശു നല്ല ശ്രദ്ധിച്ച് നോക്കണാളും നിങ്ങൾ തൊട്ടടുത്ത് ഉണ്ടാവണം. നിങ്ങൾ ഒരു വലിയ ഫാം 10 പശു എടുത്തിട്ട് നിങ്ങൾ പുറത്ത് പോകാൻ പറ്റില്ല. അവിടെ തൊട്ടടുത്ത് നിൽക്കണം. പശു നല്ലപടി ഉണ്ടാകണം, വെള്ളം കൂടി തീറ്റ കൂടി എടുക്കുന്നുണ്ടാ, പണിക്കാർ ആൾക്കാരെ നല്ലപടി നോക്കുന്നുണ്ടാ, എല്ലാം നിങ്ങൾ തൊട്ടടുത്ത് നോക്കിയാൽ നിങ്ങൾ ഫാം സക്സസ് ആവും.
പിന്നെ അത് നിൽക്കാതെ നിങ്ങൾ പുറത്ത് പോയിട്ട് ഫാം ഫെയിലിയറായി ഫാം ലാസായി പോയി അങ്ങനെ കമാൻഡ് അടിച്ചിട്ട് കാര്യമില്ല. അയ്യോ ഈ ബിസിനസ് പശുവിൻ്റെ പരിപാടി ലാസ്, പശുവിൻ്റെ പരിപാടി ഇത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രദ്ധിച്ച് നോക്കുന്ന ആൾക്കാർക്ക് പശുവിൻ്റെ പരിപാടി നല്ല പോയിട്ടുണ്ട്. ആദ്യം തൊട്ട് ഇപ്പോൾ വരയ്ക്ക് പശുവിൻ്റെ പരിപാടി നല്ല പോകുന്നുണ്ട്. ചേട്ടാ ഇപ്പൊ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമോ? ചേട്ടാ ഗ്യാരണ്ടി വന്ന് നമ്മ സൈഡ് വന്ന് കൊടുക്കാം. കൊടുക്കണം പറഞ്ഞാൽ ചില പശു ഉണ്ടെങ്കിൽ 4 കാമ്പ് ഗ്യാരണ്ടി കൊടുക്കാം. 4 കാമ്പിൽ ഏതെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ പശു പ്രസവിച്ചിട്ട് ആ മറുവിൽ ബാക്ക് സൈഡ് മറുവിലിടും. ആ മറുവിലിടും മുമ്പേ നിങ്ങൾ ചേട്ടാ നിങ്ങൾ കൊടുത്ത പശുവിൽ ഒരു കാമ്പ് പോയി, ഒരു കാമ്പിൽ ഒറ്റ ചൊട്ടും കൂടെ പാല് പറഞ്ഞില്ല പറഞ്ഞാൽ പശു നമ്മൾ തിരിച്ച് കയറ്റാം. തിരിച്ച് കെട്ടി നിങ്ങൾ വേറെ അതൊക്കെ മാറ്റ പശു കൊടുക്കാം, കൊടുക്കാൻ പറ്റും. ഇപ്പോൾ 20 ലിറ്റർ പാല് പറഞ്ഞിട്ട് ചേട്ടാ ഈ പശു 20 ലിറ്റർ പാലുണ്ട് ഇത് കൊണ്ടുപോയി ഇങ്ങനെ പറഞ്ഞിട്ട് ഇതിൽ വന്ന് ഒരു 5 ലിറ്റർ പാൽ ഉണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ 15 ലിറ്റർ പാലുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഏன்னா നിങ്ങൾ കൊടുക്കുന്ന കാലാവസ്ഥ അപ്പുറം നിങ്ങൾ കൊടുക്കുന്ന തീട്ട അനുസരിച്ച് പാല് 15 ലിറ്ററുകളും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഒരു 5 ലിറ്റർ കേട്ടാ 3 ലിറ്റർ പാലായി പോയി, 5 ലിറ്റർ പാലുണ്ട്, പാൽ ഒറ്റ തൊട്ടും കൂടെ പാലില്ല അങ്ങനെ പറഞ്ഞാൽ നമ്മൾ തിരിച്ചെടുക്കാം. അതോടെ വെള്ളം കൂടി തീറ്റ കൂടി നമ്മൾ ഇവിടെ കാണിക്കാം. എല്ലാ പശുവും വെള്ളം കൂടി തീറ്റ കൂടി എടുക്കാതെ പശുക്കൾ ഇങ്ങനെ ഉണ്ടാകില്ല, മെലിഞ്ഞുണ്ടാവും. ഇങ്ങനെ ആരോഗ്യമാണ് പശുക്കൾ എല്ലാം വെള്ളം കൂടി തീറ്റ കൂടി എടുക്കും. അത് ഡൗട്ട് ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ പശു മേടിക്കുമ്പോൾ ഇവിടെ കാണിച്ചു കൊടുക്കും. പശു വെള്ളം കൂടി എടുക്കുന്നുണ്ടാ തീറ്റ എടുക്കുന്നുണ്ടാ എല്ലാമേ കാണിച്ചു കൊടുത്താൽ കയറ്റി വിടും. അവിടെ പോയിട്ട് വെള്ളം കൂടി തീറ്റ കൂടി എടുക്കാതെ ബൈക്കിൽ ചിലപ്പോൾ വണ്ടിയിൽ വന്ന ടയേർഡ് ഉണ്ടാവും, ഏതെങ്കിലും ഫീവർ ഉണ്ടാവും, അതെല്ലാം നോക്കിയാൽ ഉഷാറായി പോകും. പക്ഷേ ഒരു 2 ദിവസം ചെയ്യാനുണ്ടാവും, അതോട് 2 ദിവസം കഴിഞ്ഞിട്ട് ഉഷാറായി എല്ലാം മാറിപ്പോകും. ഏതെങ്കിലും ഡൗട്ട് നിങ്ങൾ ഫോണിൽ വിളിച്ച് ചേട്ടാ നമ്മൾ കൊടുത്ത പശുക്കൾ എങ്ങനെയുണ്ട് അങ്ങനെ സംഭവിച്ച് അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ രീതി ഞങ്ങൾ പറഞ്ഞു എല്ലാം ക്ലിയർ ചെയ്യും. അത് പശു മേടിച്ചിട്ട് അത് കട്ടാക്കണ പണി നമ്മൾ പരിപാടി ഇല്ല. നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് പശു കറങ്ങണ വരയ്ക്ക് ഏത് ഡൗട്ട് ആണെന്നാലും നമ്മുടെ അടുത്ത് ചോദിക്കുക, അതിൻ്റെ ഡൗട്ടിനെ പറഞ്ഞു കൊടുക്കും. ഇത് വന്ന് കുടിയാത്ത ആൾക്ക് ഇഷ്ടപ്പെട്ട പശുവാണ് റെഡ് മിക്സ്ഡ് വൈറ്റ്, എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടും. ഈ പശു ചെറുതാ ആണോ ഇതിൽ വിഷയമുണ്ട്. ഈ ചെറിയ പശുവേ 20 ലിറ്റർ കിട്ടും. ഇനി അകടുണ്ട്, ഇനി അകട് പറയണ്ട, ഫുൾ അകട് വരും, ഫുൾ ലോഡ് വരും. പശു ചെറിയ പശുതാ, പക്ഷേ 20 ലിറ്റർ കിട്ടും. ഫുൾ ലോഡ് ഉണ്ട്. പശു 3ആം പേരുതാ, ഇത് 20 ലിറ്റർ കിട്ടും. ചേട്ടാ ഇത് വന്ന് ചെറിയ പശുവിനാളെ വില തലപ്പിച്ച് മേടിക്കാം. ഒരു നമ്മൾ 58-60 റേഞ്ചിൻ്റെ ഉള്ളിൽ ഒരു 50, 55, 58 ആ റേഞ്ചിൽ. ഏன்னா നിങ്ങൾ വന്നാൽ സംസാരിക്കാൻ പറ്റും. ഞാൻ ചുമ്മാ വെറുതെ സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾ വന്നിട്ട് ചോദിക്കണം ചേട്ടാ ഇത് എനിക്ക് 50 മേടിച്ച് കൊടുക്കും, 55 മേടിച്ച് കൊടുക്കും, നിങ്ങൾ ചോദിച്ചാൽ തന്നെ അതിൽ സംസാരിക്കും. ഒരു 55 മേടിച്ച് കൊടുക്കണം. ഒരു കസ്റ്റമർ വന്നിട്ട് എനിക്കൊരു 50 രൂപയ്ക്കുള്ള പശു വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കി ഇപ്പം വന്നിട്ട് ഈ പശു വന്നിട്ട് പശുവിൻ്റെ ഉടമസ്ഥന് വന്ന് 65-70 എല്ലാ പറയും. അപ്പോൾ വന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കും ചേട്ടാ ഇത് എത്രയ്ക്ക് മേടിക്കാം, നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയ്ക്ക് മേടിക്കാം അങ്ങനെ ചോദിക്കും. ചോദിച്ചിട്ട് ചേട്ടാ നിങ്ങൾ 60 മേടിക്കാം അങ്ങനെ പറയും. അപ്പം ഞാൻ പറയും ചേട്ടാ ഇത് 60 ഇല്ല, ഒരു 55 മേടിക്കാം, 55 കൂടിയ പശു ഇതാ. കാരണം കേരളത്തിലുള്ളവർ കൂടി പോയ ഒരു 5 രൂപ താത്ത് പറയും. അതെ 5 രൂപ താത്ത് പറയും. 5 രൂപ താത്ത് പറയും. പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഒരു 65, 67, ഒരു 67 രൂപ, ഒരു 3 രൂപ താക്കുന്നേ പറയുന്നത്. നിങ്ങൾക്ക് പശുവിനെ കണ്ടു കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് ഇത്രയും എമൗണ്ട് അതിൽ പറ്റുള്ളൂ, ആ മതി പോലെ നിങ്ങൾ പറയും ചെയ്യാം. അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ ഭാര്യയും പറഞ്ഞ് മേടിച്ചു കൊടുക്കും. ഇപ്പൊ പാലക്കാടൊക്കെ ആണെങ്കിൽ തൊട്ടടുത്തല്ലേ, അപ്പൊ അവർക്കൊക്കെ ആണെങ്കിൽ കാറിൽ വരാം. അപ്പൊ നമ്മളിപ്പോ ലോങ് ഇപ്പൊ തിരുവനന്തപുരം, കൊല്ലം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടെ വന്നെത്താൻ വേണ്ടിട്ട് കാരണം എക്സ്പെൻസ് കൂടുതലല്ലേ. നിങ്ങൾ അവിടെ നിന്ന് വിളിക്കുമ്പോൾ ചേട്ടൻ ഞാൻ വിളിച്ച് പറയും ചേട്ടൻ നിങ്ങൾ എവിടെ ഏത് സ്ഥലം നിങ്ങൾ ചോദിക്കും. അപ്പോൾ കൊല്ലം, മലപ്പുറം, പിന്നെ കോഴിക്കോട്, പിന്നെ ആ ലൈനിലെ ആൾക്കാർ വരുന്നുണ്ട്. വരുമ്പോൾ ചില പൈസ ഉള്ള ആൾക്കാർ സ്ഥിരം നോക്കാതെ ആൾക്കാർ വണ്ടിയിൽ കാറിൽ വരും. പിന്നെ വന്ന് ഞാനേ പറയും ചേട്ടാ കാറിൽ വന്ന് എക്സ്പെൻസ് കൂടി പോകും, നിങ്ങൾക്ക് ഓക്കെ ആവാൻ പറയും. ചില ആൾക്കാർ ഓക്കേന്ന് പറഞ്ഞിട്ട് വരും. ചില ആൾക്കാർക്ക് വരാൻ മടിയുണ്ടെങ്കിൽ അവിടെ നിന്ന് ട്രെയിൻ ഉണ്ട്. കൊല്ലത്തിൽ നിന്ന് ത്രൂ പൊള്ളാച്ചി വരയ്ക്ക് ട്രെയിൻ ഉണ്ട്, പാലക്കാട് വരയ്ക്ക് ട്രെയിൻ ഉണ്ട്. അവിടെ പൊള്ളാച്ചി എത്തി ബസ് സ്റ്റാൻഡ് എത്തിയിട്ട് വിളിച്ചാൽ മതി, നമ്മുടെ സ്വന്തം കാറുണ്ട്. അവിടെ വന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് കാറിൽ തിരിഞ്ഞ് എത്ര സ്ഥലം വന്നാലും തിരിഞ്ഞ് ഒരു എത്ര പശു വന്നാലും മേടിച്ച് നിങ്ങൾ കൊണ്ടുപോകാം. ചിലപ്പോൾ പശു മേടിക്കാതെ പച്ചല മട്ടും നിങ്ങൾക്ക് എണ്ണേണ്ട പൈസ കൊടുത്താൽ മതി. പെട്രോൾ ചെലവ് തന്നാൽ മതി അല്ലേ? പെട്രോൾ ചെലവ് മട്ടും അതിന് എക്സ്പെൻസ് ചെയ്ത് കൊടുക്കുന്ന ആവശ്യമില്ല. അത് പശു മേടിക്കാതെ പച്ചല മട്ടും എണ്ണേണ്ട പൈസ കൊടുത്താൽ മതി. പിന്നെ പശു മേടിച്ചാൽ നിങ്ങൾ അതും കൊണ്ട് കൊടുക്കുന്ന ആവശ്യമില്ല. നമ്മുടെ ഫീസ് പശു അത് മട്ടും പശുവിൻ്റെ 1000 രൂപ മട്ടും കൊടുത്താൽ മതി. അത് ചിലപ്പോൾ ഒരു ചില ആൾക്കാർ പൈസ ഇല്ലാതെ ആൾക്കാർ ഒരു 500 രൂപ കൊടുത്താലും മതി. 1000 രൂപ കൊടുക്കുന്ന ആവശ്യമില്ല. 500 കുഴപ്പമില്ല. അത് നമുക്ക് അറിയും, അയാൾ കണ്ടാലേ അറിയും. ഈ ആൾക്കാർ പൈസ ഉള്ള ആൾക്കാർ, പൈസ ഇല്ലാത്ത ആൾക്കാർ അങ്ങനെ കണ്ടാലും നമുക്കറിയും. അത് ആൾക്കാർ നിങ്ങൾ നോക്കി കൊടുത്താലേ മതി. അതെ, ഏன்னா നമ്മൾ ഇത് കൊണ്ട് ജീവിക്കുന്നുണ്ട്. അത് നിങ്ങൾ കൊടുക്കുന്ന പൈസ നിങ്ങൾ 1000 കൊടുത്താലും മതി, 500 കൊടുത്താലും മതി.